അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫ്രിക്ഷൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പോർഷൻസ് മാത്രമാണ് കംപ്ലീറ്റ് ചെയ്തത്. നമുക്ക് അതിനകത്ത് വരുന്ന ഒരു തിയറി കൂടി പഠിക്കാനുണ്ട്. അതാണ് കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ താണ്ടേ ഇതൊരു ബോഡിയാണല്ലേ, ഈ ബോഡിയിലേക്ക് ഒരു വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ വെയിറ്റ് ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയുടെ വെയിറ്റ് തന്നെ അങ്ങനെ വേണമെങ്കിലും കരുതാം. സോ ഈ ഒരു ബോഡിയിലേക്ക് ഒരു വെയിറ്റ് വരും, അതിൻ്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. നമ്മൾ ആ ഫോഴ്സ് കൊടുക്കുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് എന്ന് വിചാരിക്കുക. അപ്പം ഈ ഒരു ഡയറക്ഷനിലാണ് ഫസ്റ്റ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു സെയിം ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ഇവിടെ ഫോഴ്സ് കൊടുത്തു, ദെൻ ആ ഫോഴ്സ് കൊടുത്ത് റൊട്ടേറ്റ് ചെയ്ത് ലെഫ്റ്റ് ഇവിടെ വന്ന് ഫോഴ്സ് കൊടുക്കുന്നു. സോ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു ഫോഴ്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ആ എൻറ്റയർ ബോഡിക്കകത്തും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ ഫോഴ്സ് ആക്ട് ചെയ്യാണ്. ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ആക്ട് ചെയ്യുമ്പം നമുക്ക് ആ ആക്ട് ചെയ്യുന്നതിനെ ബേസ് ചെയ്ത് നമുക്കിവിടെ ഒരു കോൺ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. എന്താണ് ആ കോണിൻ്റെ ഫിഗറാണ് ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു പോയിന്റിന് എബൌട്ടായിട്ട് തന്നെ ഇങ്ങോട്ടും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അതിനെ ബേസ് നമുക്ക് അതിനകത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോൺ. അത് നമുക്ക് ഇപ്പോൾ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു ഡയറക്ഷൻ കൊടുത്തു, നെക്സ്റ്റ് ഡയറക്ഷൻ കൊടുത്തു. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ കോൺ ഡെവലപ്പ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ കോൺ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറയാം. ഫിഗർ ഷോസ് എ ബ്ലോക്ക് ഓഫ് വെയ്റ്റ് W ആൻഡ് on the verge of force acted upon by the force P. Let R be the resultant of reaction at the contact surface acting at an angle of friction. If the direction of force is changed by rotating it through 360 degree in the plane parallel to the contact surface, the force R also rotate and generate a right circular cone of semi-central angle equal to. This right circular cone is known as കോൺ ഓഫ് ഫ്രിക്ഷൻ. അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമ്മളിപ്പം ഫസ്റ്റ് ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്തു, ദെൻ ഇതിൻ്റെ വെയിറ്റ് ഉണ്ട്. അപ്പം ഈ ഫോഴ്സിനെല്ലാം ഒരു റിസൾട്ടൻ്റ് ഉണ്ടല്ലേ. സോ ആ റിസൾട്ടൻ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇതതിൻ്റെ കറക്റ്റ് നോർമൽ അല്ലെങ്കിൽ നോർമൽ ഇപ്പം സർഫസിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോർമൽ റിയാക്ഷൻ, ആ നോർമൽ റിയാക്ഷനാണിത്. ഓക്കെ. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെയിറ്റ്, ഇതിൻ്റെ തന്നെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് ഉണ്ട്, ദെൻ ഇതിൻ്റെ നോർമൽ റിയാക്ഷൻ. അപ്പോൾ ഇതിനെല്ലാം റിസൾട്ടൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് റിസൾട്ടൻ്റ് ഇവിടെയാണ്. ഫോഴ്സ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് റിസൾട്ടൻ്റ് ഇവിടെയാണെന്ന് വിചാരിക്കുക. ആ റിസൾട്ടിനെ നമ്മൾ അതേപോലെ തന്നെ സ്റ്റേബിളാക്കി നിർത്തി. ദെൻ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനാണ്. അപ്പം ഇതെല്ലാം ഈ ഫോഴ്സ് ഉണ്ട്, നോർമൽ റിയാക്ഷൻ ഉണ്ട്, ദെൻ ഈ ഫോഴ്സ് P ഉണ്ട്. അപ്പം ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആയിരിക്കും. സോ നമുക്കിതിനെ നമ്മൾ എന്ത് ചെയ്താൽ ഒരു കോണാക്കി കൺസിഡർ അല്ലെങ്കിൽ കോണാക്കി എടുക്കാനായിട്ട് പറ്റും. സോ ഇതിനെ പറയുന്ന പേരാണ് കോൺ ഓഫ് ഫ്രിക്ഷൻ. അതായത് അതിൻ്റെ ഫോഴ്സും അതേപോലെ തന്നെ അതിൻ്റെ നോർമൽ റിയാക്ഷനും കൂടെ ചേർന്ന് വരുന്നതിനെ പറയുന്ന പേരാണ് കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നമുക്കിനി നോക്കേണ്ടത് ഇക്വിലിബ്രിയം ഓഫ് എ ബോഡി ഓൺ എ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഒരു റഫ് ഹൊറിസോണ്ടൽ പ്ലെയിനകത്ത് ഒരു ബോഡി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണ്. അപ്പം ഒരു പറയുകയാണ്, ഇപ്പോൾ എ ബോഡി വിച്ച് ഈസ് ലേയിങ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ വിൽ റിമൈൻ ഇൻ ഇക്വിലിബ്രിയം, ബട്ട് വെനെവർ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ഇറ്റ് ദ ബോഡി വിൽ ടെൻഡ് ടു മൂവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സസ്. ഇപ്പം നമ്മളൊരു ഫോഴ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ എന്ത് ചെയ്യും, ബോഡി മൂവ് ചെയ്യും. ഇൻ സച്ച് കേസസ് ദ ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സസ് ഈസ് സ്റ്റഡീഡ് ഫസ്റ്റ് ബൈ റിസോൾവിങ് ദ ഫോഴ്സസ് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി. അപ്പം നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, റിസോൾവ് ചെയ്യും ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കലി. ഇൻക്ലൈൻഡ് ഫോഴ്സ് ഉണ്ടെങ്കിലാണ് നമ്മൾ എപ്പോഴും ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡയറക്ഷൻ നമ്മൾ അതിനെ റിസോൾവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മെയിനായിട്ടും ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ട് വരുന്ന ഒരു ഇക്വേഷനാണ് F = μr എന്ന് പറയുന്നത്. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് ദ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടതാണ് അതിനകത്തെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഫോഴ്സസിനെ എല്ലാം ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡയറക്ഷൻ നമ്മൾ അതിനെ റിസോൾവ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അത് ക്ലിയർ ആകും. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം പറയുന്നത് എ ബോഡി റെസ്റ്റിംഗ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ റിക്വയർഡ് ടു പുൾ ഓഫ് 180 Newton inclined at 30 degree to the plane. Just to move it, it was found that a push of 220 Newton inclined at 30 degree to the plane just moved the body. Determine the weight of body and the coefficient of friction. അപ്പം ഫസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു റഫ് ഹൊറിസോണ്ടൽ സർഫസിൽ ഒരു ബോഡി ഇരിക്കുകയാണ്. ഫസ്റ്റ് അതിനൊരു എന്ത് കൊടുക്കുന്നു? ഒരു പുള്ള് കൊടുക്കുന്നു. ആ പുള്ള് എത്രയാണ് പറയുന്നത്? 180 ന്യൂട്ടൺ പുള്ളാണ്. ആ പുള്ള് കൊടുക്കുന്നത് ഹൊറിസോണ്ടലുമായിട്ട് 30 ഡിഗ്രി മേക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ദെൻ അതിന് ശേഷം എന്ത് കൊടുക്കുന്നു? 220 ന്യൂട്ടൺ പുഷ് കൊടുക്കുന്നു. അതും 30 ഡിഗ്രി ഇൻക്ലൈനിൽ തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോഡിയുടെ വെയിറ്റ് കണ്ടുപിടിക്കാൻ ഈ രണ്ട് കണ്ടീഷനും നമ്മൾ കൺസിഡർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒരു ഫിഗറിനെ ജസ്റ്റ് നമുക്ക് എന്താണ് തന്നിട്ടുള്ളത് ഒരു ഫിഗറിനകത്തോടെ മനസ്സിലാക്കാം. ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ ഓരോ കേസ് എടുത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് കേസ് എടുക്കുമ്പോൾ ബോഡി ഒരു സർഫസിലിരിക്കുന്നു. അപ്പം ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? അതിൻ്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. സോ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ വെയിറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. കറക്റ്റ് ഹൊറിസോണ്ടൽ സർഫസിൽ ഇരിക്കുന്നത് കൊണ്ട് നോർമൽ റിയാക്ഷൻ കാണും. ആ നോർമൽ റിയാക്ഷൻ ഇതാണ് നമ്മുടെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത്. ദെൻ പറയുന്നത് ഒരു പുള്ളാണ്. ആ പുള്ള് കൊടുക്കുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടാണ്. സോ ഇൻക്ലൈൻഡ് ടു ഹൊറിസോണ്ടൽ ഡിഗ്രി. പുള്ളാകുമ്പോൾ പുറത്തേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ സർഫസ് എന്ന് പറയുന്നതാണ് ഇതായിരിക്കും അതിൻ്റെ ഹൊറിസോണ്ടൽ. ഞാനപ്പോൾ അതിനെ ഡോട്ടഡ് ലൈൻ മാറ്റി ഒരു കറക്റ്റ് ലൈൻ ആക്കി അങ്ങ് വരയ്ക്കുകയാണ്. സോ ഹൊറിസോണ്ടലുമായിട്ട് 30 ഡിഗ്രി മേക്ക് ചെയ്തിട്ടാണ് പുള്ള് ആക്ട് ചെയ്യുന്നത്. സോ 30 ഡിഗ്രി. ഓക്കെ ആണല്ലോ. അപ്പം ഇങ്ങോട്ടേക്ക് പുള്ള് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇതായിരിക്കും മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരും. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് ഈ ഒരു ബോഡിക്കകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനെ നമ്മൾ ആ ഫ്രീ ബോഡി ഡയഗ്രത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത്. സോ ഇതാണ് ആ ഒരു ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു സാധനത്തിനെ തന്നെയാണ് ദാണ്ടെ ഈ ഒരു ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്നത്. നമുക്കിനി ഇതിനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉണ്ട്. ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആരൊക്കെയാണ്? സിഗ്മ എഫ് എച്ച് ഇസ് ഈക്വൽ ടു 0യും സിഗ്മ എഫ് വി ഇസ് ഈക്വൽ ടു 0യും. ഈ രണ്ട് ഇക്വിലിബ്രിയം ഇക്വേഷൻസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇതിനകത്ത് തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. പുള്ള് 180 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. പുഷ് 220 ന്യൂട്ടൺ. രണ്ട് കണ്ടീഷനകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ആംഗിൾ വിച്ച് അറ്റ് ഫോഴ്സ് ഈസ് ഇൻക്ലൈൻഡ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ് എല്ലാ കേസിലും. ഡബ്ല്യുവിനെ വെയിറ്റ് ഓഫ് ബോഡി ആയിട്ടും ആറിനെ നോർമൽ റിയാക്ഷൻ ആയിട്ടും മ്യൂവിനെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആയിട്ടും കൺസിഡർ ചെയ്തു. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന കണ്ടീഷൻ 180 ന്യൂട്ടൻ്റെ ആണ്. സോ 180 ന്യൂട്ടൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. ഇതിനകത്തേക്ക് ഇനി ഇക്വിലിബ്രിയം ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ സിഗ്മ എഫ് എച്ച് ഇസ് ഈക്വൽ ടു 0 ആകുമ്പം ഇതിനകത്ത് വരുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ F1 എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഫസ്റ്റ് കേസ് ആയതുകൊണ്ടാണ് 1 റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ അത് -F ആണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് കൊണ്ട് അല്ലേ. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആയിട്ട്? ഉണ്ടല്ലോ. അതാണ്ട് ഈ ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സിൻ്റെ രണ്ട് കമ്പോണൻസ് വരുന്നുണ്ട്. ഹൊറിസോണ്ടൽ കമ്പോണൻസ് അത് ആംഗിളോട് കിടക്കുന്നതായതുകൊണ്ട് അതിനെ നമുക്ക് എങ്ങനെ പറയാം? 180 cos 30 എന്ന് പറയാം. പിന്നെ അതേപോലെ തന്നെ ഇതിനെ നമുക്ക് എന്ത് പറയാം? 180 sin 30 എന്ന് പറയാം അല്ലേ. സോ രണ്ട് കമ്പോണൻസ് കിട്ടി. അപ്പം ഇത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എഴുതുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് പോകുന്നുണ്ട്. സോ 180 cos 30. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈക്വൽ ടു 0. ഇതിനകത്തുനിന്ന് F1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. F1 is equal to 180 cos 30. ഓക്കെ ആണല്ലോ. അതാണ് ഈ സ്റ്റെപ്പ്. നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ വെർട്ടിക്കലായിട്ട് ഇതിനെ റിസോൾവ് ചെയ്യണം. സോ വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യാം. സോ വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യുമ്പം സിഗ്മ എഫ് വി ഈസ് ഈക്വൽ ടു 0 ആണ്. വെർട്ടിക്കലായിട്ട് വരുമ്പോൾ ആരൊക്കെയുണ്ട്? താഴേക്കുള്ള വെയിറ്റ് ഉണ്ടല്ലേ, മുകളിലേക്കുള്ള നോർമൽ റിയാക്ഷൻ ഉണ്ടല്ലേ. ഫസ്റ്റ് കേസ് നോർമൽ റിയാക്ഷൻ ആയതുകൊണ്ട്, കാരണം നമ്മൾ 180 പുള്ള് കൊടുക്കുമ്പോഴും 220 പുഷ് കൊടുക്കുമ്പോഴും ഉണ്ടാകുന്ന നോർമൽ റിയാക്ഷൻസ് രണ്ടും രണ്ടാണ്. കാരണം വെയിറ്റിനനുസരിച്ചിട്ടാണ് നോർമൽ റിയാക്ഷൻസ് വരുന്നത്. സോ അപ്പോൾ എന്തായാലും ഈ രണ്ട് കേസൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കേസിലും നോർമൽ റിയാക്ഷൻസ് ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നോർമൽ റിയാക്ഷൻ R1 ഉണ്ട്. R1 മുകളിലേക്ക് ആയതുകൊണ്ട് പോസിറ്റീവ് ആക്കി എടുക്കാം. R1 -W. ദെൻ പിന്നെ വരുന്ന എന്താണ്? മുകളിലേക്ക് തന്നെ 180 sin 30 അല്ലേ. അങ്ങനെയല്ലേ വരുന്നത്. പക്ഷെ ഇതിനകത്ത് R1ൻ്റെ വാല്യൂ നമുക്കറിയാവുന്ന കേസാണോ? R1ന് എത്രയാണെന്ന് W അറിയാമോ? സോ ഇതൊന്നും അറിയാത്തത് കൊണ്ട് ഇത് അറിയാത്ത ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് R1ൻ്റെ ടേംസിൽ ഇക്വേഷനെ അങ്ങിടാം. W + 180 sin 30. W - 180 sin 30യുടെ വാല്യൂ ആണ് 0.5. സോ തന്നെ നമുക്ക് W - 90 ന്യൂട്ടൺ എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ R1ൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. ക്ലിയർ ആയേ? അപ്പോൾ F1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, R1ൻ്റെ വാല്യൂവും കിട്ടിയിട്ടുണ്ട്. ഇനി
നെക്സ്റ്റ് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ, അപ്പോൾ ഈ ഒരു സാധനം, ഈ ഒരു ബോഡി അല്ലെങ്കിൽ ഈ ഒരു ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നമുക്ക് എന്തൊക്കെ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതെല്ലാം കൊടുക്കാം. F1 എന്ന് പറയുന്നത് എന്താണ്? മ്യൂ ഇൻറ്റു R1 ആണല്ലേ. ഈ ഒരു ബോഡി എടുക്കുമ്പോൾ നോർമൽ റിയാക്ഷൻ R1 ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ സെയിം തന്നെയാണ്. ഈ ഒരു ബോഡിയുടെ കേസിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. സോ F1. സോ F1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 155.9 is equal to മ്യൂ ഇൻറ്റു R1. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാമോ? അറിയില്ല, ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് R1നെ കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷെ അത് തരാത്തത് കൊണ്ട് നമുക്ക് അതും ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? R1ന് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം R1ന്. അപ്പോൾ എന്ത് വരും? 155.9 is equal to മ്യൂ ഇൻറ്റു R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W മൈനസ് 90. ഇങ്ങനെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിടുക. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെയിറ്റ് ആണ്. സോ വെയിറ്റിൻ്റെ ആ ഒരു പാരാമീറ്റർ ഇവിടെയുണ്ട്, മ്യൂവിൻ്റെ പാരാമീറ്ററും ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കണം. മ്യൂ ഇവിടെ ഉണ്ട് താനും, രണ്ടും അൺനോൺസ് ആണ്. അപ്പം മ്യൂവിലും ഡബ്ല്യൂവിലും ഒരു ഇക്വേഷൻ നെക്സ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ രണ്ട് കണ്ടീഷൻസും കൂടെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ മ്യൂ ഇങ്ങനെ തന്നെ ഫോർമാറ്റിലാക്കി എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഒരു വാല്യൂ ഇവിടെ ഇങ്ങനെ, ഇപ്പം എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡബ്ല്യു മൈനസ് വൈ എന്നാൽ ഇവിടെ എക്സിന് വാല്യൂ ഉണ്ട്, വൈക്കും വാല്യൂ ഉണ്ട്. ഇങ്ങനെയാണ് ഇക്വേഷൻ കിടക്കുന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത മ്യൂ ക്യാൻസൽ ആയി അതിനകത്ത് ആരെ കിട്ടും? ഡബ്ല്യുവിനെ കിട്ടും. സെയിം ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുക. സോ രണ്ടാമത്തെ കണ്ടീഷൻ അത് 220 ന്യൂട്ടൺ അകത്തേക്ക് അതായത് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണ്? ഒരു പുഷ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ പുഷ് ആകുമ്പം ഈ സാധനം മൂവ് ചെയ്യുന്നതാണ്ട് ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? റൈറ്റ് സൈഡിലേക്കായിരിക്കും. രണ്ടാമത്തെ കേസാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് 2 എന്നും നോർമൽ റിയാക്ഷനെ നമ്മൾ R2 എന്നും റെപ്രസെൻറ്റ് ചെയ്തു. W എന്ന് പറയുന്നത് രണ്ട് ബോഡിക്ക് ഒരേ ബോഡിക്കകത്ത് തന്നെയാണ് ഈ പുഷും പുള്ളും ആക്ട് ചെയ്യുന്നത്. സോ ഡബ്ല്യുവിൻ്റെ കേസിൽ മാറ്റം ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ. അപ്പം ഇനി നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യുന്നത് നോക്കണം. ഇതകത്തേക്ക് പോയിട്ട് ഏത് ക്വാഡ്രന്റിലേക്കാണ് പോകുന്നത്? തേർഡ് ക്വാഡ്രന്റിലേക്ക് പോകുമ്പോൾ നമ്മളതിനെ എവിടെ വെച്ചിട്ടാണ്? അതിൻ്റെ ബോട്ടത്തിൽ വെച്ചിട്ടാണ് റിസോൾവ് ചെയ്യുന്നത്. റിസോൾവ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു ഫോഴ്സ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കിയതാണ് 30 ഡിഗ്രി. സോ ഇവിടെയും എന്തായ തന്നെയായിരിക്കും? 30 ഡിഗ്രി തന്നെയായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് 220 സൈൻ 30 ആയിരിക്കും. കാരണം ആംഗിളോട് ഒരു ബന്ധമില്ല. ദെൻ ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 220 കോസ് 30. ഓക്കെ ആണല്ലോ. സോ രണ്ട് കാര്യങ്ങളും റിസോൾവ് ചെയ്യുന്നു പറഞ്ഞു. ഇനി അതേപോലെ തന്നെ നമ്മൾ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. സിഗ്മ എഫ് എച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് വരുന്ന ആരൊക്കെയാണ് നോക്കുക? അതാണ്ടേ F2 റൈറ്റ് സൈഡിലേക്കാണ്, അത് പോസിറ്റീവാണ്. F2 പിന്നെ അതാണ്ടേ ഈ സാധനം അത്രയാണ് മൈനസ് 220 കോസ് 30. ഇനി ആരെങ്കിലും ഉണ്ടോ? ഈസ് ഈക്വൽ ടു 0. അതിനകത്ത് നിന്ന് ആരെ കിട്ടും? F2നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. F2 ഈസ് ഈക്വൽ ടു 220 കോസ് 30. ഇനി അതേപോലെ തന്നെ സിഗ്മ വി ഈസ് ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പം സിഗ്മ എഫ് വി ഈസ് ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പോൾ വെർട്ടിക്കലായിട്ട് ആരൊക്കെ ഉണ്ട്? W താഴേക്കുണ്ട് അല്ലേ, മൈനസ് W. മുകളിലേക്ക് ആരുണ്ട്? R2 ഉണ്ട്, പ്ലസ് R2. ദെൻ പിന്നെ ആരുണ്ട്? താണ്ട് ഈ കമ്പോണൻ്റ് ഉണ്ട്, അതെന്താണ്? മൈനസ് ആണ്. 220 സൈൻ 30 ഈക്വൽ ടു 0. അപ്പം അതിനകത്തും പഴയതുപോലെ തന്നെ R2ൻ്റെ ടേംസിൽ ഇക്വേഷൻ R2 ഈസ് ഈക്വൽ ടു W മൈനസ് 220 സൈൻ 30. R2ൻ്റെ ടേംസിൽ ഇക്വേഷനാണ്. ഓക്കെ, നമുക്കിവിടെയും ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതിനെ മാറ്റുന്നു. ഇവിടെ നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് ദാറ്റ് ഈസ് F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ ഇൻറ്റു R2 ആണെന്നറിയാം. F2ൻ്റെ വാല്യൂ നമുക്കറിയാം, എത്രയാണോ? 190 അല്ലേ. 190.5 ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. താണ്ടേ അപ്പോൾ W പ്ലസ് 110 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ദെൻ തൊട്ട് മുന്നത്തെ ഇക്വേഷൻ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലാണ് കിട്ടിയത്. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞ W ആണ് അല്ലേ. സോ നമുക്ക് നോക്കാം.
ആദ്യം നമുക്ക് കിട്ടിയത് 155 is equal to mu into w minus 90യും രണ്ടാമത്തെ കേസിൽ 190.5 mu into w plus 110 ആണ്. സോ രണ്ടിടത്തും കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, രണ്ട് ഇക്വേഷനും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ mu ക്യാൻസൽ ആയിപ്പോൾ ഇതാണ് ഇങ്ങനെ കിട്ടും. അതായത് 155.9 190.5 is equal to w minus 90 divided by w പ്ലസ് 110. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് W കിട്ടും. ദെൻ W കിട്ടിക്കഴിഞ്ഞതിന് ശേഷം തണ്ടേ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്തേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തണ്ടേ ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ മതി. ഇതിനകത്തേക്ക് ഡബ്ല്യുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരെയും കിട്ടും, മ്യൂ എന്ന് പറയുന്ന വാല്യൂനെയും കിട്ടും. സോ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. W ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ ഇക്വേഷൻ, ഏതെങ്കിലും ഇക്വേഷൻ 1 ഇക്വേഷൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനകത്ത് എന്താണ് മ്യൂ ഉള്ള ഒരു ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മ്യൂവിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ പറഞ്ഞത് പ്രോബ്ലം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് two blocks A and B of weight 1 kilonewton and 2 kilonewton respectively are in equilibrium position as shown in figure. If the coefficient of friction between the two blocks as well as the block B on the floor is 0.3, find the force P required to move the block B എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്, രണ്ട് ബ്ലോക്സ് ഉണ്ട് A and B. ഈ ടു ബ്ലോക്സും വെയിറ്റ് പറയുന്നുണ്ട്. ബ്ലോക്സിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ബ്ലോക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 kN ആൻഡ് സെക്കൻഡ് ബ്ലോക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 kN. അപ്പം രണ്ട് ബ്ലോക്സ് ഉണ്ട്, ആ രണ്ട് ബ്ലോക്സിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത് 1 kN ആൻഡ് 2 kN. എ ബി എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. എയുടേതെന്ന് പറയുന്നത് 1 kN ആൻഡ് ബിയുടെ എന്ന് പറയുന്നത് 2 kN റെസ്പെക്റ്റീവ്ലി. അത് ഇക്വിലിബ്രിയം പൊസിഷൻ ആണ്. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്ന് മനസ്സിലാക്കാൻ ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ എഫ് എച്ച് ഇസ് ഈക്വൽ ടു 0യും സിഗ്മ എഫ് വി ഇസ് ഈക്വൽ ടു 0യും നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ദെൻ if the coefficient of friction between the two blocks as well as the block B and the floor is 0.3, അതായത് ഈ രണ്ടും തമ്മിൽ ഉള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, അതായത് ഇവിടെ വരുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന ബ്ലോക്ക് താഴെയുമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും ഇത് തന്നെയാണ്, 0.3 തന്നെയാണ് മ്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? മ്യൂവിൻ്റെ വാല്യൂ ഇസ് 0.3 ആണ് രണ്ട് കേസിലും. ഇനി പറയുന്നത് എന്താണ്, ഫൈൻഡ് ദ ഫോഴ്സ് പി റിക്വയർഡ് ടു മൂവ് ദ ബ്ലോക്ക് ബി. ബിയെ മൂവ് ചെയ്യുവാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോഴ്സ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചതിനകത്ത് എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളത് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന ബ്ലോക്കാണ്. അപ്പം എ ഉണ്ട്. ഓക്കെ ആണേ? ദെൻ ഈ ബ്ലോക്കിനെ ഇങ്ങോട്ട് വലിക്കുകയാണ്. അപ്പോൾ എയുടെ മൂവ്മെൻറ്റ് എന്തായാലും ഇങ്ങോട്ടായിരിക്കും. സോ എയുടെ മൂവ്മെൻറ്റ് ഇങ്ങോട്ടാണ്, ഇത് മൂവ്മെൻറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെയായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ദെൻ ഇതിന് ഒരു വെയിറ്റ് ഉണ്ട്, ആ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് താഴേക്കാണ്. സോ താഴേക്ക് വെയിറ്റിനെ കാണിച്ചു, വെയിറ്റ് W. സോ നോർമൽ റിയാക്ഷൻ കറക്റ്റ്, ഇതാണ് സർഫസ്. അപ്പോൾ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്തുള്ളൂ. സോ നോർമൽ റിയാക്ഷൻ R, അതിനെ 1 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. കാരണം എ എന്ന് പറയുന്ന ബോഡിക്ക് ഒരു നോർമൽ റിയാക്ഷനാണ്, ബി എന്ന് പറയുന്ന ബോഡിക്ക് വേറൊരു നോർമൽ റിയാക്ഷൻ ആയിരിക്കും. സോ ഇത് R1 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തു. ഇനിയുള്ളത് എന്താണ്, ഇങ്ങനെ ഒരു സ്ട്രിങ് വെച്ച് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം ആ ഒരു സ്ട്രിങ് ആണ്, സ്ട്രിങ് വെച്ച് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴും അതൊരു ടെൻഷൻ ആയിരിക്കും. സോ അതിന് ടി എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം, വേണമെങ്കിൽ പി എന്ന് പറഞ്ഞും റെപ്രസെൻറ്റ് ചെയ്യാം. സോ അത് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ക്വസ്റ്റിനെ പറയുന്നുണ്ട് 30 ഡിഗ്രി. സോ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 30 ഡിഗ്രി, നേരത്തെ അതേ ക്വസ്റ്റ്യൻ മാതിരി. അപ്പം നമുക്ക് നോക്കാം. എന്താ വെയിറ്റ് 1 kN എന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് ബോഡി എടുക്കുമ്പോൾ ഓക്കെ. ഇനി സെക്കൻഡ് ബോഡി കൺസിഡർ ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്ന ബോഡിയാണ്. സോ ബി എന്ന് പറയുന്ന ബോഡി കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങോട്ടാണ് ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സ് അതിനകത്തുള്ള ഫോഴ്സാണ്. സോ പി ഇങ്ങോട്ടുണ്ട്. സോ പി ഇങ്ങോട്ടേക്ക് വരുമ്പം അതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും അല്ലേ. സോറി, മൂവ്മെൻ്റ് അല്ല, ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഓക്കെ.
ഓക്കെ, ഇതിന് പി ഇങ്ങോട്ടാണ്, അപ്പം ഓട്ടോമാറ്റിക്കലി ബി മൂവ് ചെയ്യുന്ന ഇങ്ങോട്ടായിരിക്കും ബി മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നതാണ് ഇതായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ദെൻ നോർമൽ റിയാക്ഷൻ ഇങ്ങനെയായിരിക്കും, നോർമൽ റിയാക്ഷൻ R. ദെൻ വെയിറ്റ് ഡബ്ല്യു എന്ന് പറയുന്നതാണ് ഡബ്ല്യു, അത് 2 kN ആണെന്ന് പറയുന്നുണ്ട്, വെയിറ്റ് ഉണ്ട്. ദെൻ ഇനി ഇതിനകത്ത് എന്താണുള്ളത്? സോ ഈ ഒരു ബോഡിക്കകത്തേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും, ഈ സ്ട്രിങ് ഇവിടെ കൂട്ടാൻ പാടില്ല, സ്ട്രിങ് ഈ ബോഡിക്കകത്ത് മാത്രമുള്ള ബിയിൽ കൂട്ടാൻ പാടില്ല. ഇനിയുള്ളത് എന്താണ്? ഇത് തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടല്ലേ, നമ്മൾ ഇപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എഴുതിയത് ബിയും ബോട്ടം സർഫസുമായിട്ടുണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സാണ് നമ്മളിപ്പോൾ എഴുതിയത്. അതായത് ഇവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സാണ് നമ്മളിവിടെ FF എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തത്. പക്ഷേ അത് മാത്രമല്ലാണ്ട് ഇവിടെ ഒരു കോണ്ടാക്റ്റ് ഉണ്ട്, ഈ കോണ്ടാക്റ്റിൽ ഉണ്ടാകുന്ന ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും ബി എന്ന് പറയുന്ന ബോഡിയെ എടുക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. സോ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. അതെങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അടുത്ത ഫിഗർ വെച്ച് കാണിച്ചു തരാം. നമ്മൾ എയുടെ കേസ് എടുത്തപ്പോൾ നോക്കിയാൽ മതി, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടായിരുന്നു അല്ലേ, ഫ്രിക്ഷണൽ ഫോഴ്സ്. അതിൻ്റെ റീസൺ എന്തായിരുന്നു? ഇത് ബി ഇങ്ങോട്ടാണ്, അപ്പോൾ എ എന്ന് പറയുന്നത് തെന്നി നീക്കാൻ അങ്ങോട്ടാണ് ടെൻഡൻസി കൂടുതൽ, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ഡയറക്ഷനിൽ വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് കാണിച്ചത്. ഇനി രണ്ടാമത്തെ കേസിൽ ഇതിനകത്ത് തന്നെ ക്ലിയർ ആണ്, ബി ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, അപ്പം ഫ്രിക്ഷണൽ ഫോഴ്സ് അങ്ങോട്ടായിരിക്കും. അപ്പോൾ ഒരു കാര്യം ഓർത്താൽ മതി, ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പിലുണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സും എങ്ങനെ തന്നെയായിരിക്കും? ആ സെയിം ഡയറക്ഷനാണ്. കാരണം എന്താണ്? ബോഡി ടോപ്പായാലും ബോട്ടം ആയാലും ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ഈ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് പോകുന്നത്, അപ്പം മൂവ്മെൻറ്റ് പോകുന്നത്. അപ്പം ടോപ്പിലും ബോട്ടത്തിലും ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് ഈ ഫോഴ്സ് വരുന്നത്. സോ ഫ്രിക്ഷണൽ ഫോഴ്സിൽ ടോപ്പ് ആൻഡ് ബോട്ടത്തിലും ഒരേപോലെ തന്നെയാണ്, ഈ ഒരു ഡയറക്ഷനിലാണ്. സോ അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ വരും? ഈ ടോപ്പിലും ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങനെ തന്നെ വരും. ക്ലിയർ ആയോ? നോക്ക്, പി ഫോഴ്സ്, ദെൻ നോർമൽ റിയാക്ഷൻ മുകളിലോട്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് F2. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് നോക്കാം. അതായത് താഴെ ബി ബോഡി, മുകളിൽ എ ബോഡി. ഓക്കെ ആണേ? ഇനി എയെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്തു. ദാറ്റ് ഈസ് എയുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ F1 എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തു. ഇനി ബിയെ മാത്രം എടുത്ത് വെച്ച് വരയ്ക്കുമ്പോൾ ബിയുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് F2 ആണ്. ഓക്കെ ആണല്ലോ? ഇനി ബിയെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? തന്നെ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എടുക്കാറുണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് തന്നെയാണ്? അതാണ്ട് ഈ F1 തന്നെയാണ്. അത് ഈ ബോട്ടത്തിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ തിരിച്ചിങ്ങോട്ടേക്ക് ആക്ട് ചെയ്യും. മാഗ്നിറ്റ്യൂഡ് പക്ഷേ എയുടേത് F1 എന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിയുടെ കേസിലും F1 എന്ന് തന്നെ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ ആണല്ലോ? ഇനി ഒരു കാര്യം കൂടിയുണ്ട്. നേരത്തെ W ഇതിൻ്റെ വെയിറ്റ് നമുക്കറിയാം 1 kN ആണെന്ന്. ഈ 1 kN ഇരിക്കുന്നത് ബിയുടെ മുകളിലാണല്ലേ. അപ്പം ബി എന്ന് പറയുന്നത് എയുടെ വെയിറ്റും കൂടെ താങ്ങിക്കൊണ്ടാണ് ബി ഇരിക്കുന്നത്. അപ്പം ബിയുടെ വെയിറ്റ് എഴുതുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ബിക്ക് അതിൻ്റേതായിട്ടുള്ള വെയിറ്റ് ഉണ്ട്. ബിയുടെ വെയിറ്റ്, അതിൻ്റെ തന്നെ വെയിറ്റ് എത്രയാണ്? 2 kN. ഈ 2 kN പ്ലസ് വെയിറ്റ് ഓഫ് എയും കൂടെ ഉണ്ട്. 2 kN പ്ലസ് ആരുടെ വെയിറ്റും കൂടെ? എയുടെ വെയിറ്റും കൂടെ ഉണ്ട്. പക്ഷേ എയുടെ വെയിറ്റിന് നമ്മൾ എടുക്കുന്നത് 1 kN അല്ല, നമ്മൾ എടുക്കുന്നത് എന്താണ്? എയുടെ നോർമൽ റിയാക്ഷനെയാണ് ആ വെയിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് അപ്പുറത്തെ ഫിഗർ നോക്കി പറയാം. ഇതിൻ്റെ വെയിറ്റ് 1 kN. ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കൊണ്ട് ബിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് സാധാരണ തിങ്ക് ചെയ്യുന്നത് ബിക്ക് സ്വന്തമായിട്ട് 2 kN ഉണ്ട് പ്ലസ് 1 kN എന്ന് വിചാരിക്കും. പക്ഷേ ഈ 1 kN അല്ല കൊടുക്കുന്നത്. എക്ക് വെയിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നോർമൽ റിയാക്ഷൻ R1 ഉണ്ടല്ലേ. ഈ R1 ആണ് ബിയിലേക്ക് ആക്ട് ചെയ്യുന്നത് എയുടെ വെയിറ്റ് ആയിട്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? 2 kN പ്ലസ് R1 എന്ന് വേണം ബിയുടെ കേസിൽ എടുക്കാൻ വേണ്ടിയിട്ട്. തൊട്ട് മുകളിലിരിക്കുന്ന സാധനത്തിൻ്റെ വെയിറ്റിന് പകരം അതിൻ്റെ നോർമൽ റിയാക്ഷനാണ് താഴെ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് ഫിഗർ നോക്കുക, അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ ആണേ?
നമുക്കിനി ഓരോ ബോഡി എടുത്ത് വെച്ച് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എ ബ്ലോക്കിനെ എടുത്ത് വെച്ച് ചെയ്യുക, ദെൻ അതിനുശേഷം ബി ബ്ലോക്കിനെ എടുത്ത് വെച്ച് ചെയ്യുക. അപ്പോൾ എ ബ്ലോക്കിനെ എടുത്ത് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എന്തൊക്കെ വരും? ഹൊറിസോണ്ടലായിട്ട് -F1. പിന്നെ ആരുണ്ട്? ഈ ടിയുടേത് അല്ലേ, ടി എ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് പോകുന്നു. അപ്പോൾ ഇതെന്താണ്? ടി കോസ് 30. ദെൻ ഇതെന്താണ്? ടി സൈൻ 30. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടലാണ് F1. ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുന്നതുകൊണ്ട് പ്ലസ് എടുക്കും. ടി കോസ് 30. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈസ് ഈക്വൽ ടു 0. അല്ലാതെ നമുക്ക് F1 അറിയാവോ? ടി അറിയാവോ? ഇതാ R1 ഹൊറിസോണ്ടൽ റിസോൾവ് ചെയ്യുന്ന സമയത്ത് ഇതാണ്ടേ രണ്ടാമത്തെ ഇക്വേഷനാണ് ടി കോസ് 30 ഈസ് ഈക്വൽ ടു F1. നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ടി കോസ് 30 ഈസ് ഈക്വൽ ടു F1. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ഇക്വേഷനാക്കി ബോക്സിൽ അങ്ങ് ഇടുക. അത് തന്നെയാണ് ഇവിടെയും ചെയ്തേക്കുന്നത്. അത് ചെയ്തതിന് ശേഷം തന്നെ ഒരു ഇക്വേഷനാക്കി ഇടുക. ഓക്കെ ആണല്ലോ. നമ്മളിനി നെക്സ്റ്റ് ചെയ്യുന്നു സിഗ്മ എഫ് വി ഈസ് ഈക്വൽ ടു 0. പിന്നെ അത് വെർട്ടിക്കലായിട്ട് വരുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. വെർട്ടിക്കലായിട്ട് വരുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? R1 മുകളിലോട്ട് 1 കിലോമീറ്ററിന് താഴേക്ക്. പിന്നെ ഇതെന്താണ്? ഇതിൻ്റെ കമ്പോണൻറ്റ് മുകളിലേക്കുണ്ടല്ലേ, അത് എത്രയാണ്? ടി സൈൻ 30 അല്ലേ. അപ്പോൾ അത്രയും വരും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് R1 എങ്ങോട്ടാണ്? മുകളിലേക്ക്. സോ അത് പോസിറ്റീവ്. പിന്നെ ടി സൈൻ 30 ഇതാണ് ടി സൈൻ 30 മുകളിലോട്ട്. ദെൻ പിന്നെ വരുന്നത് എന്താണ്? 1 കിലോമീറ്റർ താഴേക്ക്. അത് ഈക്വലിൻ്റെ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഈസ് ഈക്വൽ ടു 1 കിലോമീറ്റർ എന്ന് എഴുതാം. നമുക്ക് പിന്നെ എങ്ങനെ എഴുതാം? ടി സൈൻ 30 ഈസ് ഈക്വൽ ടു 1 മൈനസ് R1 എന്ന ഇക്വേഷനെ മാറ്റി എഴുതാം. ദെൻ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ രണ്ട് ഇക്വേഷൻസ് കാണും. ടി സൈൻ 30 ഈസ് ഈക്വൽ ടു 1 മൈനസ് R1ഉം ദെൻ പിന്നെ വരുന്നത് എന്താണ്? ടി കോസ് 30 ഈസ് ഈക്വൽ ടു F1ഉം. ഓക്കെ ആണല്ലോ. ഇപ്പോൾ നമ്മൾ ആൻസർ കിട്ടുന്ന രീതിയിലേക്ക് ഇക്വേഷൻസിനെ മാറ്റി എഴുതുകയാണ് എപ്പോഴും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും. അല്ല, നമ്മൾ ചെയ്ത് പോവുക. ഇപ്പോൾ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് നാടേ ഇവിടെ ഒരു സൈൻ 30 കോസ് 30 ഉണ്ട്. ടി ക്യാൻസലായി പോകും, ടാൻ 30 കിട്ടും. ടാൻ 30ക്കകത്ത് ഇവിടെ റൈറ്റ് സൈഡ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം ഇതിനകത്ത് എന്താണെന്ന് ഫസ്റ്റ് നോക്കണം. പി എന്ന് പറഞ്ഞ ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ചെയ്യുമ്പം നമുക്ക് കിട്ടാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് ട്രൈ ചെയ്യുക. അത് തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കുറച്ചുകൂടെ അതിനെ ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഇതാണ് ഈ ഒരു ഇക്വേഷന് ടി കോസ് 30 ഈസ് ഈക്വൽ ടു F1 എന്നാണ്. F1 എന്ന് പറഞ്ഞാൽ മ്യൂ R1 ആണ് അല്ലേ. ഇപ്പം ടി കോസ് 30 ഈസ് ഈക്വൽ ടു മ്യൂ R1. മ്യൂ എന്ന് പറയുന്ന ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്പം ടി കോസ് 30 ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.3 R1. അതിവിടെ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഫസ്റ്റ് ഇക്വേഷൻ തന്നെ ഈ ഒരു ഇക്വേഷനെയും ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ടി സൈൻ 30 ഡിവൈഡഡ് ബൈ ടി കോസ് 30 ഇസ് ഈക്വൽ ടു 1/R1 താഴെ 0.3 R1. രണ്ടും ഇവിടെ രണ്ടിടത്തും R1ലേക്ക് മാറ്റി. ദെൻ ഈ ടി ക്യാൻസൽ ആയി പോയി ടാൻ 30 ഇസ് ഈക്വൽ ടു 1 മൈനസ് R1 ഡിവൈഡ് ബൈ 0.3 R1 എന്ന് വന്നു. ദെൻ ഇനി എന്താണ് ചെയ്തത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ടാൻ 30 ഇൻറ്റു 0.3 R1 is equal to 1 minus R1. പിന്നെ ടാൻ 30 ഇൻറ്റു 0.3 R1 ചെയ്യുന്നു is equal to 1 minus R1 അല്ലേ. അപ്പം അതിനകത്ത് ടാൻ 30യുടെ വാല്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത് 0.5774 എന്ന് പറയുന്നത്. 0.3 R1
ഈസ് ഈക്വൽ ടു 1 മൈനസ് R1. ദെൻ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരേപോലെ തന്നെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ 0.5774 ഇൻറ്റു 0.3 ചെയ്തപ്പോഴാണ് 0.173 R1 കിട്ടിയത്. ഈസ് ഈക്വൽ ടു 1 മൈനസ് R1 ദെൻ 1 പ്ലസ് 0.173 R1 ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതി. എങ്ങനെ എഴുതാനായിട്ട് പറ്റും അതിനെ? രണ്ട് ഇക്വേഷനെ നോക്കിയാൽ മതി. അപ്പോൾ എങ്ങനെ എഴുതാം? R1നെ ലെഫ്റ്റിലേക്ക് എടുക്കുന്നു. അപ്പോൾ എന്ത് വരും? R1 ഇസ് ഈക്വൽ ടു 1. ഇത് ഇപ്പുറത്തോട്ട് പോകും. സോ 1 പ്ലസ് 173. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താനായിട്ട് പറ്റും? ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ദാണ്ടേ ഈ ഒരു സെക്ഷനാണ് ആൻസർ. ദെൻ അതിനകത്ത് tan 30 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ആണ് 0.5774. വെൻ 0.3 R1 ഈസ് ഈക്വൽ ടു 1 മൈനസ് R1 തന്നെ വരും. ദെൻ ഇനി എന്ത് ചെയ്യുന്നു? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറാണ് 0.173 എന്ന് പറയുന്ന R1 ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 1 മൈനസ് R1 കൊടുക്കുന്നു. ഇനി എന്താ ചെയ്യുന്നത്? ഇവിടെ R1ൻ്റെ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ R1നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന മാക്സ് കാൽക്കുലേഷൻ അല്ലേ? എന്താണ്? ഇവിടെ ഒരു R1 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് R1 ഉണ്ട്, ലെഫ്റ്റിലേക്ക് എടുക്കുന്നു അല്ലേ? ഇതാണ് 0.173 R1 പ്ലസ് R1 ഈസ് ഈക്വൽ ടു 1. അതാണ് നമുക്ക് 1.173 R1 ഈസ് ഈക്വൽ ടു 1. അതിനകത്ത് നിന്ന് R1 കിട്ടുന്നു. ദെൻ തൊട്ട് മുന്നത്തെ ഇക്വേഷനകത്തേക്ക് നോക്കുക. ഇവിടെ ഒരു R1 ഉണ്ടെന്നുണ്ടെങ്കിൽ ആ R1ൻ്റെ വാല്യൂ ഈ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആരെ കിട്ടും? ടിയെ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ്? F1 ഇസ് ഈക്വൽ ടു മ്യൂ R1 ആണ് അല്ലേ? F1 ഇസ് ഈക്വൽ ടു മ്യൂ R1 ആണ്. അതിനകത്ത് R1ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ F1നെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതാ ഇനി നമ്മൾ ചെയ്യുന്ന എന്താണ്? ബ്ലോക്ക് ബി എ റിസോൾവ് ചെയ്യുന്നു. ബ്ലോക്ക് ബി എ നമ്മൾ ഇതേപോലെ തന്നെയാണ് റിസോൾവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫിഗർ ഉണ്ട്, ഫ്രീ ബോഡി ഡയഗ്രാം. ഇതാ അപ്പോൾ ഇതിനകത്ത് സിഗ്മ H ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പം ഇതാ പി ലെഫ്റ്റിലേക്കുണ്ട്, F1 റൈറ്റിലേക്കുണ്ട്, F2 റൈറ്റിലേക്കുണ്ട്. ഇൻക്ലൈൻഡ് ഒന്നുമില്ല. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ R2 മുകളിലേക്കുണ്ട്, ദെൻ 2 കിലോ ന്യൂട്ടൺ പ്ലസ് R1 താഴേക്കുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നോക്കുക, റിസോൾവിങ് ഫോഴ്സസ് വെർട്ടിക്കലി എന്ന് പറയുമ്പം ആരൊക്കെയാണ് എടുക്കേണ്ടത്? വെർട്ടിക്കലി എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? R2 മുകളിലേക്കുണ്ട്, മൈനസ് 2 പ്ലസ് R1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനകത്ത് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ നമ്മൾ R1നെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? ആ R1ൻ്റെ വാല്യൂ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് R2 കിട്ടൂലേ? അതാണ്. രണ്ടാമത്തെ എന്താണ്? അതിനെ വെർട്ടിക്കലി റിസോൾവ് ചെയ്യുന്നു. കഴിഞ്ഞ ശേഷം പിന്നെ എന്താണ്? ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുന്നു. ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യാം? മൈനസ് പി പ്ലസ് F1 പ്ലസ് F2 ഈസ് ഈക്വൽ ടു 0 അല്ലേ? അപ്പം F1 നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ആ F1 ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നാൽ പോലും PU അൺനോൺ ആണ്, F2 അൺനോൺ ആണ്. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ F2നെ നമ്മൾ എവിടെയെങ്കിലും കണ്ടുപിടിക്കണം. F2നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാർഗമുണ്ടോ? ഇതാ നമുക്കിവിടെ R2 എന്ന് പറയുന്ന സാധനം കിട്ടിയിട്ടുണ്ട് വെർട്ടിക്കലി റിസോൾവ് ചെയ്തപ്പം അല്ലേ? അപ്പം F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ R2 ആണ്. മ്യൂ എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരേപോലെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ R2 കിട്ടിക്കഴിഞ്ഞാൽ F2 ഈസ് ഈക്വൽ ടു 0.3. ദെൻ R2 എന്ന് പറയുന്നത് എത്രയാണ്? 2.85 കൊടുത്തു കഴിഞ്ഞാൽ F2നെ കിട്ടും. ആ F2നെ എടുത്തുകൊണ്ടൊന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? പിയുടെ വാല്യൂ കിട്ടും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഒന്നിൽ നിന്ന് കിട്ടുന്ന ആൻസറിനെ വീണ്ടും റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ബ്ലോക്ക് എ ഇൻ ഫിഗർ വെയ്റ്റ് 200 Newton ആൻഡ് ബ്ലോക്ക് ബി വെയ്റ്റ് 300 Newton.
Find the force P required to move the block B. Assume the coefficient of friction for all surfaces 0.3. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബ്ലോക്ക് ഇവിടെയും കാണിച്ചിട്ടുണ്ട്, രണ്ടിൻ്റെയും വെയിറ്റ് ഉണ്ട്. ഫസ്റ്റിൻ്റെ വെയിറ്റ് 200 ന്യൂട്ടൺ ആൻഡ് സെക്കൻഡിൻ്റെ വെയിറ്റ് 300 ന്യൂട്ടൺ. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഫോഴ്സ് പി. പി എന്ന് പറയുന്ന ഫോഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പോൾ എല്ലാ സർഫസിലുള്ളയും കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 0.3 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണേ. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് മ്യൂ ആണ്. സോ ഈ മ്യൂവിലേക്ക് എങ്ങനെ എത്തിച്ചേരുന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യത്തിലും ചെയ്യുന്നത് പോലെ ഫസ്റ്റ് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം ബിയുടെ ഫ്രീ ബോഡി ഡയഗ്രാമാണ്. അപ്പം ഇത് എയുടെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. എയുടെ ഫ്രീ ബോഡി ഡയഗ്രാമാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എയ്ക്ക് എന്തൊക്കെയുണ്ട്. എയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്ക്കൊരു വെയിറ്റ് താഴേക്കുണ്ട് അല്ലേ. ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ട്. അപ്പോൾ ടെൻഷൻ എന്തായാലും പുറത്തേക്കുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെയാണ് പി കൊടുത്തേക്കുന്നത്. സോ ഇത് ബി ബ്ലോക്ക് എന്ന് പറയുന്നത്, ബി ബ്ലോക്കിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനാണ് മൂവ്മെൻറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ബ്ലോക്കിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ച് ഈ ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻ്റ് അല്ല, ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ. സോ എയുടെ ഫ്രിക്ഷൻ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ബ്ലോക്ക് എ in the figure weight 200 Newton and block B weight 300 Newton. Find the force P required to move the block B. Assume the coefficient of friction for all surfaces 0.3. അതായത് രണ്ട് ബ്ലോക്ക് ഉണ്ട്, എയും ബിയും. അതിനകത്ത് എയുടെ വെയിറ്റ് പറയുന്നുണ്ട് 200 ന്യൂട്ടൺ ആൻഡ് ബി ബ്ലോക്കിൻ്റെ വെയിറ്റ് പറയുന്നുണ്ട് 300 ന്യൂട്ടൺ. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പി എന്ന് പറയുന്ന ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അതായത് പി എന്ന് പറയുന്ന ഫോഴ്സ് എത്ര ഫോഴ്സ് കൊടുത്താലാണ് ഇവിടെ ഇത് മൂവ്മെൻറ്റ് നടക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അസ്യൂം ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഫോർ ഓൾ സർഫസ്. എല്ലാ സർഫസിലെയും കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 0.3 ഓക്കെ ആണല്ലോ. അപ്പം ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത് അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമാണ്. സോ ഫസ്റ്റ് എ എന്ന് പറയുന്നതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമാണ്. എയ്ക്ക് എന്തുകൊണ്ട്? ഒരു വെയിറ്റ് ഉണ്ടല്ലേ. സോ ആ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നു. ഈ ഒരു സർഫസിലൊരു നോർമൽ റിയാക്ഷൻ, രണ്ടും കൂടെ കണക്ഷൻ ഉള്ളതുകൊണ്ട് ഒരു നോർമൽ റിയാക്ഷൻ R1 ഉണ്ട്. അത് ഫസ്റ്റ് ബോഡിയുടെ ആയതുകൊണ്ട് R1. പിന്നെ ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ട്. സോ സ്ട്രിങ്ങിന് ടെൻഷനാണ്. സോ ടെൻഷൻ പുറത്തേക്ക്. ഇനി പിന്നെ പറയുന്നത് എന്താണ്? ഈ ബോഡിക്ക് ബി ബോഡി മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. സോ ബിയെ ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പം എയുടെ സ്ട്രിങ് കാരണം ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കും? ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും. സോ അതിൻ്റെ മൂവ്മെൻ്റ് ആണ് ഞാൻ ഈ കാണിച്ചത്. മൂവ്മെൻ്റ് ആണ് ഈ ഡയറക്ഷൻ. സോ ഇതിൻ്റെ അപ്പോൾ എയുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? എയുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ദാണ്ട് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമുക്ക് ഇക്വേഷൻ ആക്കി അങ്ങ് എഴുതാം മ്യൂ R1. കാരണം ഇതിൻ്റെ നോർമൽ റിയാക്ഷൻ കാരണമാണ് അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നത്. മ്യൂ എല്ലാ സ്ഥലത്തും സെയിം ആണെന്ന് പറയുന്നുണ്ട്. സോ മ്യൂ R1 ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും. കഴിഞ്ഞു. ഇത്രയും ഉള്ളൂ എയുടേത്. ഇനി സിഗ്മ FH = 0യും സിഗ്മ FE = 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നോക്കാം. നോർമൽ റിയാക്ഷന് ഇവിടെ RN1 എന്ന് കാണിച്ചിരിക്കുന്നു. ജസ്റ്റ് R1 എന്ന് കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏത് ടേം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കതിൻ്റെ സിഗ്മ V = 0 കൊടുക്കുന്നു. എന്തൊക്കെയുണ്ട്? മുകളിലേക്ക് RN1, താഴേക്ക് W. അതിനകത്ത് ആരെ കിട്ടും? RN1 = W = 200. കാരണം Wൻ്റെ വെയിറ്റ് 200 ആയിരുന്നു. സിഗ്മ FH വരുമ്പോൾ എന്താണ്? റൈറ്റ് സൈഡിലേക്ക് മ്യൂ R1, ലെഫ്റ്റ് സൈഡിലേക്ക് T. മ്യൂ RN1 - T = 0. ദെൻ മ്യൂ 0.3 ആണ്. RN1 എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ ഇക്വേഷനകത്തുനിന്ന് കിട്ടി 200 = T. ഓക്കെ ആണല്ലോ. അപ്പം ഇത് എ ബോഡിയുടേതാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബി ബോഡിയുടെ നോക്കാം. ബി ബോഡിക്ക് വെയിറ്റ് ഉണ്ട്. വെയിറ്റ് താഴേക്ക് വരച്ചു. ദെൻ ഇവിടെ ഒരു കോണ്ടാക്റ്റ് ഉണ്ട്. സോ കോണ്ടാക്റ്റ് കാരണം എന്തുണ്ട്? ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്. ആ നോർമൽ റിയാക്ഷൻ വരച്ചു. അത് രണ്ടാമത്തെ ബോഡിയുടെ ആയതുകൊണ്ട് RN2 അല്ലെങ്കിൽ വെറും R2 എന്ന് കൊടുത്താലും മതി. നമ്മളിവിടെ N1 വെച്ചിട്ട് തന്നെ റെഫർ ചെയ്ത് പോകുന്നത് കൊണ്ട് RN1 RN2 എന്ന് തന്നെ കൊടുക്കുന്നു. ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് P ഫോഴ്സ് ഉണ്ട്. സോ P ഫോഴ്സ് അങ്ങനെ തന്നെ കൊടുക്കുന്നു. ദെൻ ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ മൂവ്മെൻറ്റും ഇങ്ങോട്ടായിരിക്കുമല്ലോ. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനായിരിക്കും. അതെന്തായിരിക്കും? മ്യൂ സെയിം തന്നെയാണ്. അല്ലെങ്കിൽ മ്യൂ1 മ്യൂ2 വന്നേനെ.
അപ്പം ഈ ബോട്ടത്തിലും അതേപോലെ തന്നെ ഈ ബോട്ടത്തിലും ഉള്ള എല്ലാ ഫ്രിക്ഷണൽ ഫോഴ്സും സെയിം തന്നെയാണ്. സോ മ്യൂ, പിന്നെ ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ കാരണമാണ് ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നത്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകാൻ കാരണമായിട്ടുള്ള നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് മ്യൂ ആർ എൻ ടു ആണ്. സോ മ്യൂ ആർ എൻ ടു. സോ അത് കൊടുത്തു. ഇപ്പം ഈ ബോട്ടത്തിലുള്ളത് കൊടുത്തു. ഇനി ബി എ കൺസിഡർ ചെയ്യുമ്പോൾ താണ്ടേ ഇവിടെ എന്തുണ്ട്, ഈ ഒരു കോണ്ടാക്റ്റിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ്, താഴത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതാ ഈ ഡയറക്ഷനാണ്. അപ്പം ടോപ്പിലും ഈ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് വരച്ചു. ദെൻ ആ ഫ്രിക്ഷണൽ ഫോഴ്സിന് കാരണക്കാരനായത് ആരാണ്? മ്യൂ സെയിം ആയതുകൊണ്ട് മ്യൂ തന്നെ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ എക്ക് ഏത് മ്യൂ ആണ്, എ ബിയുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടെന്ന് പറയും. ബിക്ക് ഇതാണ്ട് ഇവിടെ ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടെന്ന് പ്രത്യേകം പറയും. ഇത് പറയാത്തത് കൊണ്ട് മ്യൂ തന്നെ നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കി കൊടുക്കാം. ദെൻ ഇനി ഈ ഒരു കോണ്ടാക്റ്റിൽ ഏത് നോർമൽ റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നത്? എ എന്ന് പറയുന്നതിൻ്റെ നോർമൽ റിയാക്ഷൻ. സോ ഇത് മ്യൂ ആർ എൻ വൺ. ഇനി എന്താണ് ഇവിടെ ഉള്ളത്? പി കൊടുത്തു, ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുത്തു, വെയിറ്റ് കൊടുത്തു, ആർ എൻ ടു. ഇത്രയല്ലേ ഉള്ളൂ. ഇത്രയും ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഇവിടെ ഇനി കൊടുക്കുക. വെച്ചാൽ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഈ ഒരു രീതിയിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തുകൊണ്ടാണ് മ്യൂ ആർ വൺ എൻ, മ്യൂ ആർ എൻ വൺ, മ്യൂ ആർ എൻ ടു എന്ന് എടുത്തു കഴിഞ്ഞാൽ ഓരോ സർഫസിലും ഓരോ നോർമൽ റിയാക്ഷൻ ആയിരിക്കും. അപ്പം ഇതാണ് ഈ ഒരു സർഫസിലുള്ളത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സർഫസിലുണ്ടാകുന്ന നോർമൽ റിയാക്ഷൻ. ഈ ഒരു സർഫസിൽ ഉണ്ടാകുന്നത് എപ്പോഴും എക്ക് ഉണ്ടാകുന്ന നോർമൽ റിയാക്ഷൻ കാരണമാണ് ഈ ഒരു സർഫസിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് മ്യൂ ആർ എൻ വൺ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. നോക്കാം, നോക്കിക്കോ. മ്യൂ ആർ, ഇത് നോക്കി, ഇത് ഞാൻ പറയാം. ഇതാണ് മ്യൂ ആർ എൻ വൺ, പി ഫോഴ്സ് മ്യൂ ആർ എൻ ടു, എൻ ടു, പിന്നെ അതിൻ്റെ വെയിറ്റ്. ഇനി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞായിരുന്നു, ഒന്നൊന്നിൻ്റെ മുകളിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തെ ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത്, ആ ബോഡിക്ക് സ്വന്തമായിട്ടൊരു വെയിറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് 300 ന്യൂട്ടൺ. അതിൻ്റെ കൂടെ ആരും കൂടെ വരും? എ എന്ന് പറയുന്ന ബോഡിക്കൊരു നോർമൽ റിയാക്ഷൻ ഉണ്ടാകും, ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാകും. ആരുടെ റിയാക്ഷൻ ഫോഴ്സ്? എ എന്ന് പറയുന്ന ബോഡിയുടെ റിയാക്ഷൻ ഫോഴ്സ്. അതും കൂടെ ഇതിൻ്റെ കൂടെ സം ചെയ്യും. മ്യൂ ഇല്ല, ആർ എൻ വൺ. നോർമൽ റിയാക്ഷൻ മാത്രമല്ല. അപ്പോൾ എക്ക് ഒരു നോർമൽ റിയാക്ഷൻ ആർ എൻ വൺ ഉണ്ടായിരുന്നു. ആ ആർ എൻ വണ്ണും കൂടെ ബി എന്ന് പറയുന്ന ബോഡിയുടെ വെയിറ്റ് എടുക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്യും. അത് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഇരിക്കുന്നത് കാരണം മുകളിലിരിക്കുന്ന ബോഡിയുടെ വെയിറ്റ് ആണ് താഴേക്ക് വരുന്നത്. അപ്പോൾ വെയിറ്റിന് പകരം നമ്മൾ എടുക്കുന്ന എന്താണ്? നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷനാണ് താഴേക്ക് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? സോ ഇവിടുത്തെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്വന്തം വെയിറ്റ് പ്ലസ് ആർ എൻ വൺ ഇതും കൂടെ വരും. അതായത് 300 പ്ലസ് ആർ എൻ വൺ. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ ഇത്രയുമാണ് ഇതിനകത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ. അത് ഈ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇനി ഇക്വിലിബ്രിയം ഇക്വേഷൻസ്, സിഗ്മ എഫ് ഇ ഈസ് ഈക്വൽ ടു 0. വെർട്ടിക്കലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആരൊക്കെയാണ്? അതാണ്ട് ആർ എൻ ടു മുകളിലേക്ക്, വെയിറ്റ് താഴേക്ക്, ദെൻ ഇതും താഴേക്ക് മൈനസ് 200. ഓക്കെ ആണല്ലോ ഞാൻ പറഞ്ഞത്? ഇനി ആർ എൻ ടു എന്നുള്ളത് അറിയാമോ? ഇല്ല, ഇതിൻ്റെ നോർമൽ റിയാക്ഷൻ ആണ്. ഡബ്ല്യു വെയിറ്റ് 300 ആണെന്നറിയാം, ആർ എൻ വണ്ണും അറിയാം അല്ലേ? തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ നമുക്ക് ആർ എൻ വൺ കിട്ടിയിട്ടുണ്ട്. 200 അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമുക്ക് ആർ എൻ ടു എന്ന് പറയുന്നത് എത്ര കിട്ടി? 500 കിട്ടി. ഇനി സിഗ്മ എഫ് എച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എന്തൊക്കെ വരും? പി റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ്, മ്യൂ ആർ എൻ ടു മൈനസ് മ്യൂ ആർ എൻ വൺ. രണ്ട് മൈനസ് ആണ് കാരണം പോകുന്നത് ഇങ്ങോട്ടാണ്, ലെഫ്റ്റ് സൈഡിലേക്കാണ്. ദെൻ ഈക്വൽ ടു മ്യൂ എന്ന് പറയുന്നത് 0.3 ആണ്. ആർ എൻ വണ്ണും ആർ എൻ ടു നമ്മുടെ കയ്യിലുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പിയുടെ വാല്യൂ കിട്ടി. സോ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി നെക്സ്റ്റ് പ്രോബ്ലം. 2 blocks A and B of weight 500 Newton and 1000 Newton are placed on an inclined plane. The blocks are connected by a string parallel to the inclined plane. The coefficient of friction between the inclined plane and block A is 0.15 and block B is 0.4. Find the inclination of the plane when the motion is about to take place. Also calculate the tension in the string. The block A
is below the block B as shown in figure. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കുക, രണ്ട് ബ്ലോക്ക് ഉണ്ട് എ ആൻഡ് ബി, രണ്ടിൻ്റെയും വെയിറ്റ് പറയുന്നുണ്ട് 500 ന്യൂട്ടൺ ആൻഡ് 1000 ന്യൂട്ടൺ. അത് പ്ലേസ് ചെയ്യുന്നത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ദ ബ്ലോക്സ് ആർ കണക്റ്റഡ് ബൈ എ സ്ട്രിങ്. അത് കണക്ട് ചെയ്തേക്കുന്നത് എന്താണ്, ഒരു സ്ട്രിങ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ദെൻ എ പിന്നെ പറയുന്നത് എന്താണ്, ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആൻഡ് എ ബ്ലോക്ക് എ. ബ്ലോക്ക് എയും ഇൻക്ലൈൻഡ് പ്ലെയിനും ഇവിടെ ഉണ്ടാകുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.15ഉം അതേപോലെ തന്നെ ഇതാണ്ട് ഇതിൻ്റെ ഇടയ്ക്കുണ്ടാകുന്ന ഇവിടെ ഉണ്ടാകുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.4ഉമാണ്. ദെൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫൈൻഡ് ദി ഇൻക്ലിനേഷൻ ഓഫ് ദ പ്ലെയിൻ. അതായത് ഈ ഒരു തീറ്റ എന്തുമാത്രം ഇൻക്ലൈനിലാണ് ഈ ഒരു ബോഡി, ഈ രണ്ട് ബോഡികളും താഴേക്ക് മൂവ് ചെയ്യുവാൻ ഇവിടെ എന്തുമാത്രം ആംഗിൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം രണ്ട് ബോഡിയും സർഫസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെൻ്റ് ആണ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ നോക്കേണ്ട കാര്യം. മ്യൂ എല്ലായിടത്തും നമ്മൾ ഒരേപോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. എല്ലായിടത്തും മ്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ ക്വസ്റ്റ്യൻ. നമുക്കിനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതിനെ റിസോൾവ് ചെയ്ത് ഓരോന്നിനും ഫ്രീ ബോഡി ഡയഗ്രാം, എ ബോഡിക്കും ബി ബോഡിക്കും ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്യുക. കൺസിഡർ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഫ്രീ ബോഡി ഡയഗ്രാം വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് അതിന് വേണ്ടി എയുടെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് നമ്മൾ വരയ്ക്കാൻ പോണത്. അപ്പോൾ എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിനകത്തേക്ക് നോക്കാം എന്തൊക്കെയാണ് ഈക്കുള്ള ഫ്രീ ബോഡി ഡയഗ്രാം എന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് വരുന്നത് ഇതിൻ്റെ വെയിറ്റ് ആണ്. വെയിറ്റ് എപ്പോഴും നോക്കേണ്ടത് നമ്മൾ, ഇതാണ് ഒറിജിനൽ എക്സ് ആക്സിസ്. ഈ എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രമേ എന്ത് ആക്ട് ചെയ്തുള്ളൂ, വെയിറ്റ് എപ്പോഴും ആക്ട് ചെയ്തുള്ളൂ. പിന്നെ നെക്സ്റ്റ് വരുന്നതുണ്ട് ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ട്, സോ അതിൻ്റെ ടെൻഷൻ ഫോഴ്സ് വരും. പിന്നെ ഈ ബോഡി എപ്പോഴും മൂവ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും, ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, മനസ്സിലായോ? സോ മൂവ് ഈ ഡയറക്ഷൻ ആകുമ്പോൾ അതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആയിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് എന്ന് പറഞ്ഞാൽ തൽക്കാലം നമുക്ക് എഴുതിയിടാം. കാരണം ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, മ്യൂ ഇൻറ്റു ആർ. ആർ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ വേണം. മ്യൂ എന്ന് പറയുന്നത് ഇവിടെ എടുത്ത് പറയുന്നുണ്ട് എയും അതിൻ്റെ ഇൻക്ലൈൻഡ് സർഫസുമായിട്ട് ഉണ്ടാക്കുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0.15 ആണെന്ന്. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഏതാണോ ഇൻക്ലൈൻഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രമേ നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്തുള്ളൂ. അപ്പം ഇതാണ് നോർമൽ റിയാക്ഷൻ. എ ബോഡിയത് ആയതുകൊണ്ട് RNA എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.15 ആണ്. അതേ ഇൻറ്റു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നോർമൽ റിയാക്ഷന് കൊടുക്കാം. നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റു RNA. ക്ലിയർ ആയല്ലോ. അപ്പം ഇതാണ് ഇതിനകത്ത് വരുന്ന ഫോഴ്സസ്, ഡിഫറെൻറ്റ് ഫോഴ്സസ് ആക്ടിങ് ഇൻ എ ബോഡി. സോ നമുക്ക് നോക്കാം. ഇതാ വെയിറ്റ്, ടെൻഷന്, ഫ്രിക്ഷണൽ ഫോഴ്സ്, നോർമൽ റിയാക്ഷന്. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് നമുക്ക് ഒറിജിനൽ എക്സ് ആൻഡ് വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യാം. ഇൻക്ലൈൻഡ് പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനെ റിസോൾവ് ചെയ്യാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ എക്സ് ആൻഡ് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ അതിന് ഇത് ഇൻക്ലൈൻഡ് ഫോഴ്സ് ആണ്, ഇത് ഇൻക്ലൈൻഡ് ഫോഴ്സ് ആണ്, ഇത് ഇൻക്ലൈൻഡ് ഫോഴ്സ് ആണ്. ഇത് മാത്രമേ അതിനകത്ത് കറക്റ്റ് എന്താണ് ഈ ഒരെണ്ണത്തിനകത്തുണ്ട് ഇതിന് പാരലായിട്ട് വരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇൻക്ലൈൻഡ് ഫോഴ്സ് ആണ്. അപ്പം നമ്മൾ ഈ ഒരു എക്സ് ആൻഡ് വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് തണ്ടേ ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ തണ്ടേ ഇതിനെ റിസോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളോ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ഇതിനെ റിസോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളോ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ അപ്പോൾ അത് കുറച്ച് ടെഡിയസ് ആയിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇൻക്ലൈൻഡ് ഫോഴ്സിന് കറസ്പോണ്ടിങ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അങ്ങനെ റിസോൾവ് ചെയ്യാൻ പോവാണ്. നോക്കിക്കേ ഇതിന് ഇൻക്ലൈൻഡ്, ഈ ഒരു ഇൻക്ലൈൻഡിന് പാരലാണ് ദണ്ട് ഈ ഫോഴ്സ്, കുഴപ്പമില്ല. ഇതിന് പെർപെൻഡിക്കുലർ ആണ് ഈ ഫോഴ്സ്, ഇതിന് പാരലാണ് ഈ ഫോഴ്സ്. ആകെപ്പാടെ ഈ ഒരു എണ്ണത്തിന് ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്നതാണ്ട് ഈ ഒരു W മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ Wനെ മാത്രം റിസോൾവ് ചെയ്താൽ മതി. പക്ഷേ മറ്റേ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ എക്സ് ആൻഡ് വൈ ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ അതിന് എലോങ് ആയിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ എലോങ് എന്ന് ഉദ്ദേശിക്കുന്ന ഒന്നുകിൽ ഇതാണ്ട് ഈ വൈ ആക്സിസിന് പാരലായിട്ട് വരണം, അല്ലെങ്കിൽ ഇതിന് എക്സ് ആക്സിസിന് പാരലായിട്ട് വരണം. അങ്ങനെ കിടക്കുന്ന ഒരൊറ്റ ഫോഴ്സേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇൻക്ലൈൻഡ് ഫോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ആ ബാക്കിയുള്ളതിനെല്ലാം ആംഗിൾ കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിൽ എളുപ്പമല്ലേ ഇൻക്ലൈൻഡ് പ്ലെയിനിന് പാരലോ പെർപെൻഡിക്കുലറോ ആയിട്ട് ഒരുപാട് ഫോഴ്സും ഒരൊറ്റ ഫോഴ്സ് മാത്രമേ ഉള്ളൂ ഇൻക്ലൈൻഡ് സർഫസ് എടുക്കുമ്പോൾ അതിന് ഇൻക്ലൈൻഡ് ആയിട്ട് കിടക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ മാത്രം റിസോൾവ് ചെയ്താൽ പോരെ. അങ്ങനെ വരുമ്പോൾ നോക്കിക്കേ, നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ
ഇത് നമ്മളുടെ എക്സ് ആക്സിസ് ആവും, ഇത് നമ്മുടെ വൈ ആക്സിസ് ആവും അല്ലേ. അപ്പോൾ അതാണ്ട് എക്സ് ആക്സിസിന് പാരലായിട്ട് പെർപെൻഡിക്കുലറായിട്ട് പാരലായിട്ട് ഇത് മാത്രമേ ഉള്ളൂ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനെ മാത്രം റിസോൾവ് ചെയ്യാൻ മതി. മനസ്സിലായോ? അപ്പം അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് റിസോൾവ് ചെയ്യാം. അപ്പം നമ്മളുടെ വർക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട രീതി അനുസരിച്ചിട്ട് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യേണ്ട മാർഗം ഉപയോഗിച്ചിട്ട് ചെയ്യുക. ക്ലിയർ ആയോ? ഇനി എങ്ങനെ ഇതിനെ റിസോൾവ് ചെയ്യും? ഇപ്പം റിസോൾവ് ചെയ്യാൻ വേണ്ടി നോക്കേണ്ടത് നമുക്ക് ദാണ്ടേ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്, ദാണ്ടേ ഇവിടുത്തെ ആംഗിൾ, അതായത് ഇൻക്ലൈൻഡ് സർഫസ് കിടക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആണെന്ന് പറയുന്നുണ്ട്. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇൻക്ലൈൻഡ് സർഫസിന് ഇൻക്ലൈൻഡ് ആയിട്ട് കിടക്കുന്ന ഒരൊറ്റ ഫോഴ്സേ ഉള്ളൂ, ദാണ്ടിത്. ഈ ഫോഴ്സും ഇതിനൊരു നോർമൽ വരച്ചാൽ, ആ നോർമൽ വരയ്ക്കേണ്ടത് ദാ ഈ ആരോയിൽ കൂടെ ഒരു നോർമൽ വരച്ചാൽ അതുമായിട്ടുണ്ടാക്കുന്ന ആംഗിളും ദാണ്ടേ ഈ ആംഗിൾ തീറ്റ തന്നെയായിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഈ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന ലോഡും ഇതിനൊരു നോർമൽ വരച്ചു കഴിഞ്ഞാൽ ആ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നതും തീറ്റ തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഇതിനെ റിസോൾവ് ചെയ്യണം. അപ്പോൾ റിസോൾവ് ചെയ്യുന്നത് നമുക്കറിയാം, റിസോൾവ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ബോട്ടത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഏത് ക്വാഡ്രന്റിലേക്കാണ് പോകുന്നത്? തേർഡ് ക്വാഡ്രന്റിൽ. അപ്പം ഇവിടെ വെച്ചിട്ട് നമ്മളിതിനെ റിസോൾവ് ചെയ്യുന്നു. ഇങ്ങനെ റിസോൾവ് ചെയ്യുന്നു. ഇതതിൻ്റെ വൈ ആക്സിസും ഇത് എക്സ് ആക്സിസും. ഇനി ഓക്കെ, ഈ ഫോഴ്സ് ഇതാണ്ട് ഇവിടെ വെച്ചിട്ട് ഒരു നോർമൽ ജനറേറ്റ് ചെയ്തപ്പോൾ അതുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആയിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോട്ടത്തിൽ വെച്ചിട്ടും അതിനെ റിസോൾവ് ചെയ്യുമ്പോഴും ഇതാണ്ട് അതിൻ്റെ ആ ബോട്ടത്തിൽ നിന്ന് വരയ്ക്കുന്ന നോർമലുമായിട്ടും ഉണ്ടാക്കുന്ന ആംഗിളും തീറ്റ തന്നെ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഈ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 500 ആംഗിളിനോട് തൊട്ടടുത്ത് കിടക്കുന്നുണ്ട് കോസ് തീറ്റ എന്നും. ഈ കമ്പോണൻറ്റിനെ നമുക്ക് എന്ത് പറയാം? 500 സൈൻ തീറ്റ എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല, സിഗ്മ എഫ് എച്ച് ഇസ് ഈക്വൽ ടു 0യും സിഗ്മ എഫ് ഇസ് ഈക്വൽ ടു 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആദ്യം നമ്മൾ സിഗ്മ എഫ് എച്ച് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുക. എഫ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ എക്സ് ആക്സിസ്? ദാണ്ടേ ഇതാണ് നമ്മുടെ റെഫറൻസ് എക്സ് ആക്സിസ്. ഇതിന് പാരലായിട്ട് വരുന്ന ഫോഴ്സുകളുടെ സമ്മേഷൻ ഇസ് ഈക്വൽ ടു 0. അപ്പൊ അങ്ങനെ നോക്കിക്കേ, ഇതിന് പാരലായിട്ട് വരുന്ന ഫോഴ്സുകൾ ഏതൊക്കെ ഉണ്ടെന്ന്. ഇതിന് പാരലായിട്ട് വരുന്നത് ഏതാണ്? പാരല് ഇതാണ്. ഇതിന് പാരലായിട്ട് ഈ ഒരെണ്ണമാണ് നമ്മുടെ റെഫറൻസ് എക്സ് ആക്സിസിന് പാരലായിട്ട് വരുന്നുണ്ട് മ്യൂ ആർ എൻ എ. റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്, പോസിറ്റീവ് ആണ്. മ്യൂ നമുക്കറിയാം 0.15 ആണ്. സോ 0.15 ആർ എൻ എ. പിന്നെ ടി റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്, പാരലലുമാണ്. സോ പ്ലസ് ടി. പിന്നെന്താ വരുന്നത്? ദാണ്ടേ ഇത് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. സോ 500 സൈൻ തീറ്റ. ക്ലിയർ ആയോ? ഇനി അടുത്തത് വേണ്ടത് ഇൻക്ലൈൻ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്. ആരൊക്കെയാണ് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഫോഴ്സുകൾ? ഏതൊക്കെയാണ് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഫോഴ്സുകൾ? ദാണ്ട ആർ എൻ എ. പിന്നെ എന്ത് വരും? ദാണ്ടേ ഈ സാധനം നമ്മൾ 500ന്റെ വെർട്ടിക്കലായിട്ട് വരുന്നത്. അപ്പോൾ എന്ത് വരും? ആർ എൻ എ മുകളിലോട്ടാണ്. സോ പ്ലസ് ആർ എൻ എ. മറ്റത് 500 കോസ് തീറ്റ താഴോട്ടാണ്. സോ 500 കോസ് തീറ്റ. അപ്പം അതിനകത്ത് നമുക്ക് ആർ എൻ എ ഇസ് ഈക്വൽ ടു 500 കോസ് തീറ്റ എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യണം? ദാണ്ട് ഈ ആർ എൻ എയുടെ ഈ ഒരു ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വരും ടി പ്ലസ് 0.15. ആർ എൻ എക്ക് പകരം എന്ത് കൊടുക്കുന്നു? 500 കോസ് തീറ്റ മൈനസ് 500 സൈൻ തീറ്റ ഈക്വൽ ടു 0. ഇനി അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ക്ലിയർ ആയോ? അതാണ് ഈ സ്റ്റെപ്പ് കാണിച്ചേക്കുന്നത്. ഇനി ഇതിനകത്തുനിന്ന് എന്ത് ചെയ്യണം? ടി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇക്വേഷൻ ആക്കി ഇടുക. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? അവിടെ എ ബോഡി എടുത്തു, സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0യും സിഗ്മ വി ഇസ് ഈക്വൽ ടു 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് വരുന്നത് ബി ബോഡിയെ കൺസിഡർ ചെയ്യുന്നു. ബി ബോഡിയെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതാണ്? ആ ഫോഴ്സുകളെ എന്ത് ചെയ്യുന്നു? റിസോൾവ് ചെയ്യുന്നു. ക്ലിയർ ആയോ പറഞ്ഞത്? ഇപ്പോൾ ബി ബോഡി എടുക്കുന്നു. സോ ബി ബോഡി നമുക്ക് ഫസ്റ്റ് ഫിഗർ നോക്കാം. ഓക്കെ, ഇതാണ് ബി ബോഡി. സോ ഈ ബോഡിക്കകത്ത് വെയിറ്റ്, ഇതാണ് ഇൻക്ലൈൻഡ് സർഫസ്. സോ ഇതിനകത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ നോക്കാം. ഇതാണ്ടേ ഇത് അതിൻ്റെ വെയിറ്റ്, അത് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ ടെൻഷൻ ഫോഴ്സ്. ഇപ്പം ഈ ഫുൾ ബോഡി എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷൻ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ഇതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്.
അപ്പം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് മ്യൂ ആർ ആണ്. ദെൻ ഈ ആറിൻ്റെ വാല്യൂ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ മാർക്ക് ചെയ്യണം. നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് നോർമൽ റിയാക്ഷൻ. ഇതെന്താണ്? ആർ എൻ ബി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? എഫ് എഫ് ഇസ് ഈക്വൽ ടു മ്യൂവിൻ്റെ വാല്യൂ പറയുന്നുണ്ട് 0.4 ആർ എൻ ബി. നോക്കാം. ഇതാ വെയിറ്റ്, ടെൻഷൻ, മ്യൂ ആർ എൻ ബി ആൻഡ് ആർ എൻ ബി. ക്ലിയർ ആയോ? അതിനുശേഷം ഇവിടെ ഇക്വിലിബ്രിയം ആണ്. ഇക്വിലിബ്രിയം കൺസിഡറേഷൻ എടുക്കുമ്പോൾ ഇവിടെയും സിഗ്മ എഫ് എച്ച് ഇസ് ഈക്വൽ ടു 0യും സിഗ്മ എഫ് വി ഇസ് ഈക്വൽ ടു 0യും എടുക്കുന്നു. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ റെഫറൻസ് എക്സ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം എന്താണ്? ഇത് അതിന് പാരലാണ്, ഇത് പെർപെൻഡിക്കുലർ ആണ്, ഇതെന്താണ്? പാരലാണ്. സോ റെഫറൻസ് ആയിട്ട് എടുക്കുന്ന ആക്സിസിന് പാരലലും പെർപെൻഡിക്കുലറും ആയിട്ട് വരുന്നാൽ കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും എന്താകാൻ പാടില്ല? ഇൻക്ലൈൻഡ് ആകാൻ പാടില്ല. അപ്പോൾ ഇൻക്ലൈൻഡ് വരുവാണെങ്കിൽ മാത്രമേ നമുക്കതിനെ റിസോൾവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്ന എക്സ് ആൻഡ് വൈ ആക്സിസിന് പാരലും പെർപെൻഡിക്കുലറും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ റിസോൾവ് ചെയ്യേണ്ടി വരത്തില്ല. പക്ഷെ ഇൻക്ലൈൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? റിസോൾവ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ദാണ്ട് ഈ ഒരൊറ്റ ഫോഴ്സ് മാത്രമേ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൂ. സോ നേരത്തെ പോലെ തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന തീറ്റ തന്നെയാണ് ദാണ്ട് ഈ ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ്. ഇവിടെ ഒരു നോർമൽ വരച്ചു കഴിഞ്ഞാൽ ആ നോർമൽ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഇതാണ് റെഫറൻസ് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഈ റെഫറൻസ് എക്സ് ആക്സിസിന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ആ പെർപെൻഡിക്കുലറുമായിട്ട് ഈ ഡബ്ല്യു ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ സെയിം ആംഗിൾ തന്നെ ആയിരിക്കും തീറ്റ. ഓക്കെ ആണേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇവിടെ വെച്ച് റിസോൾവ് ചെയ്യുന്നു. അപ്പം ഈ നോർമലോട്ട് തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും തീറ്റ തന്നെയായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ പറയാൻ പറ്റും? 1000 കോസ് തീറ്റ. ഇതെന്തായിരിക്കും? 1000 സൈൻ തീറ്റ. ഓക്കെ ആണല്ലോ? ഇനി ഇതിനകത്തേക്ക് സിഗ്മ എഫ് എച്ച് ഇസ് ഈക്വൽ ടു 0യും സിഗ്മ എഫ് ഇസ് ഈക്വൽ ടു 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് എന്താണ്? എലോങ് ദ പ്ലെയിൻ ആകുമ്പോൾ ഇതിന്, അതായത് ഈ ഒരു എക്സ് ആക്സിസിന് റെഫറൻസ് ആക്കി എടുക്കുന്ന എക്സ് ആക്സിസിന് പാരലായിട്ട് വരുന്നത് ആരൊക്കെയാണ്? മ്യൂ ആർ എൻ ബി. മ്യൂ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 0.4. ദെൻ ടി ലെഫ്റ്റിലേക്കാണ്, മൈനസ് ടി. ഇതും ലെഫ്റ്റിലേക്കാണ്, -1000 സൈൻ തീറ്റ. ദെൻ ഈ ഒരു ഇക്വേഷനകത്തേക്ക് തൊട്ട് മുന്നേ കൊടുത്തു വെച്ചിരിക്കുന്ന ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 500 സൈൻ തീറ്റ -75 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. -1000 സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 0. ദെൻ ഇതിനകത്തേക്ക് എന്തെടുക്കുന്നു? 0.4 ആർ എൻ ബിക്ക് ഇക്വേഷൻ ആക്കി എഴുതുന്നു. അതെങ്ങനെ എഴുതാൻ പറ്റും? -500 സൈൻ തീറ്റ -75 സൈൻ തീറ്റ അല്ലേ? അപ്പം സൈൻ തീറ്റ ഉള്ളതിനെല്ലാം ഒരുമിച്ചാക്കി ആഡ് ചെയ്ത് നമുക്ക് എന്ത് എഴുതാം? 1500 സൈൻ തീറ്റ -75 കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആയോ? ദെൻ ഇതിനി പാരലൽ മാത്രമേ എടുത്തുള്ളൂ. പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഫോഴ്സിന്റെ സമ്മേഷൻ എടുക്കണം. ഇപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ആരൊക്കെയാണ്? പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് ആർ എൻ ബി മുകളിലേക്കുണ്ട്, പിന്നെ എന്താണ്? 1000 കോസ് തീറ്റ താഴേക്കുണ്ട്. ആർ എൻ ബി -1000 കോസ് തീറ്റ. അവിടെ ആർ എൻ ബി ഇസ് ഈക്വൽ ടു 1000 കോസ് തീറ്റ. ആർ എൻ ബിക്ക് നമ്മൾ തൊട്ട് മുന്നേ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് 0.4 ആർ എൻ ബി ആണെങ്കിലും ആർ എൻ ബി ഇസ് ഈക്വൽ ടു 1500 സൈൻ തീറ്റ -75 കോസ് തീറ്റ ഡിവൈഡ് ബൈ 4 നമുക്ക് എഴുതാൻ പറ്റും. 0.4 എന്ന് എഴുതാനായിട്ട് പറ്റും. സോ ആർ എൻ ബിക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണല്ലോ? ആർ എൻ ബി ഇതാണ് കിടപ്പുണ്ട്. സോ ആർ എൻ ബിക്ക് 0.4 ആർ എൻ ബിക്ക് ആർ എൻ ബിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 1000 കോസ് തീറ്റ. ദെൻ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ 1500 സൈൻ തീറ്റ -75 കോസ് തീറ്റ. ഇതിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 400 കോസ് തീറ്റ ഉണ്ട്. 1500 സൈൻ തീറ്റ -75 കോസ് തീറ്റ. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കോസ് തീറ്റ ഉള്ളതിനെല്ലാം ഒരുമിച്ച് കൊണ്ട് എഴുതുക. ഇതാണ് ഇവിടെ ഒരു 400 കോസ് തീറ്റയും 75 കോസ് തീറ്റയും ഉണ്ട്. അപ്പോൾ 400 മൈനസ് ഇവിടെ വരുമ്പോൾ അത് +75 475 ആകും. ഇവിടെ ഇത് വരും. ദെൻ നമ്മളതിനെ എന്ത് എഴുതാൻ പറ്റും? ഡിവൈഡ് ചെയ്യുക. സൈൻ തീറ്റ ഡിവൈഡ് ബൈ
കോസ് തീറ്റ ആക്കുക, ദെൻ അത് ടാൻ തീറ്റ ആവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 475 ഡിവൈഡ് ബൈ 1500. സോ തീറ്റ നമുക്ക് ഇത്രയും കിട്ടും. ടാൻ ഇൻവേഴ്സ് ഓഫ് ഈ വാല്യൂ എടുക്കുമ്പോൾ തീറ്റ കിട്ടും. തീറ്റയുടെ വാല്യൂ നമ്മൾ എന്താണ് ഈ ഒരു ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ആരുടെ വാല്യൂ കിട്ടും? ടിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ പറഞ്ഞത് ക്വസ്റ്റ്യൻ? അപ്പം രണ്ട് ഫോഴ്സുകളും അല്ലെങ്കിൽ രണ്ട് ബോഡികളും തമ്മിലുള്ള ടെൻഷൻ ഫോഴ്സ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അപ്പം ആ സ്ട്രിങ്ങിനകത്ത് എയും ബിയും തമ്മിലുള്ള സ്ട്രിങ്ങിനകത്തുണ്ടാകുന്ന ടെൻഷൻ ഫോഴ്സ് ആണ് നമ്മൾ ഇത്രയും ചെയ്തത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഓരോന്നിൻ്റെയും ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചതിന് ശേഷം സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0യും സിഗ്മ വി ഇസ് ഈക്വൽ ടു 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ഈ നമ്മൾ എങ്ങനെയാണ് അതിനെ റിസോൾവ് ചെയ്യേണ്ടത്, ഏത് നമ്മൾ ഒറിജിനൽ എക്സ് ആൻഡ് വൈ ആക്സസിന് എലോങ് ആയിട്ട് റിസോൾവ് ചെയ്യണം, ഇൻക്ലൈൻഡ് ആയിട്ട് റിസോൾവ് ചെയ്യണം. ഇൻക്ലൈൻഡ് ആക്സസിന് എലോങ് ആയിട്ട് റിസോൾവ് ചെയ്യണോ എന്നുള്ളത് ഡിപ്പെൻഡ്സ്. നമുക്ക് നോക്കുക ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഏത് ആക്സസിന് എലോങ് ആയിട്ട് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചിട്ട് റിസോൾവ് ചെയ്യാം. ക്ലിയർ ആയി പറഞ്ഞത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 2 identical block A and B of weight W are supported by a rigid bar inclined 45 degree with the horizontal as shown in figure. If both the blocks are in limiting equilibrium, find the coefficient of friction assuming it to be same at the floor and wall. ഇപ്പം പറഞ്ഞിരിക്കുന്നത് രണ്ട് വെയിറ്റ് എയും ബിയും അതെന്താണ് ഒരു റിജിഡ് ബാർ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തേക്കുന്നു. അപ്പം ഈ റിജിഡ് ബാർ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ അത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി. ദെൻ പിന്നെ പറയുന്നത് ഈ ഒരു സാധനം ലിമിറ്റിംഗ് ഇക്വിലിബ്രിയത്തിലാണ്, അതായത് മാക്സിമം ഇക്വിലിബ്രിയത്തിലാണ് അല്ലെങ്കിൽ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തേക്കുവാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇവിടെ ഒരു പരസ്പരം കോണ്ടാക്റ്റ് ഉണ്ട്, എയും അതേപോലെ തന്നെ വോളും, ഇവിടെ ദാണ്ട് ബിയും ഫ്ലോറും. ഇവിടെ രണ്ടിടത്തുമുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ വാല്യൂ മ്യൂ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. സോ ഈ സെയിം മ്യൂ ആണ് കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പം നേരത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എ ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക, ബി ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. അപ്പം എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് എ എടുത്ത് വെച്ച് വരച്ചു. എക്കൊരു വെയിറ്റ് ഉണ്ട്, താഴേക്ക് ഡബ്ല്യു. അതെ, ഇവിടെ ഒരു കോണ്ടാക്റ്റ് ഉള്ളത് കാരണം ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്, അതെന്താണ് RNA. ഇനി ഇത് എങ്ങോട്ടാണ്? ഇത് ഇങ്ങോട്ടേക്ക്, ഇതാണ്ട് ബി ഇങ്ങോട്ടേക്ക് നിരങ്ങി നീങ്ങുമ്പം എ എന്ന് പറയുന്ന ബോഡി താഴേക്ക് മുകളിലുള്ള ടെൻഡൻസിയാണ്, താഴേക്ക് തിരങ്ങി പോകാനുള്ള അല്ലെങ്കിൽ തിരങ്ങി താഴേക്ക് വരാനുള്ള ടെൻഡൻസിയാണ്. സോ അപ്പോൾ അതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് മുകളിലേക്കായിരിക്കും. സോ അപ്പോൾ അത് എന്തിനു എഴുതാൻ പറ്റും? μRNA. കാരണം ഇവിടെ ഉണ്ടാകുന്ന നോർമൽ റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഇവിടെ. സോ അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ μR എന്നാണ്. അപ്പം അത് ഏത് കോണ്ടാക്റ്റ് ആണ്, ഏത് സർഫസുകൾ തമ്മിലാണോ കോണ്ടാക്റ്റ് വരുന്നത് അവിടെ ഉണ്ടാകുന്ന നോർമൽ റിയാക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എഴുതുന്നത്. സോ ഇവിടെ ഉണ്ടാകുന്ന നോർമൽ റിയാക്ഷൻ ഇതാണ്. സോ അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് വേണം അത് എടുക്കാനായിട്ട്. ഓക്കെ ആണല്ലോ? പിന്നെ ഇപ്പം വെയിറ്റായി, ഫ്രിക്ഷണൽ ഫോഴ്സായി, നോർമൽ റിയാക്ഷനായി, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനൊരു സ്ട്രിങ് ഉണ്ട്. അപ്പോൾ സ്ട്രിങ് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 45 ഡിഗ്രി ആണ്. ഇനി ഈ സ്ട്രിങ് എന്ന് പറയുന്നത് ടെൻഷൻ ആണ് എന്നുള്ളതാണ് നമ്മൾ ഇതുവരെയും കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാണ്ടേ ഈ ഒരു സർഫസും ഇവിടെ ഫിക്സ്ഡ് ആണ്, ഈ ഒരു സർഫസും ഫിക്സ്ഡ് ആണ് അല്ലേ. അപ്പം ഇങ്ങനെ വരുന്ന കണ്ടീഷനിൽ ഈ സ്ട്രിങ്ങിനകത്ത് ആക്ട് ചെയ്യുന്നത് കംപ്രഷൻ ഫോഴ്സ് ആകും. അപ്പോൾ കംപ്രഷൻ ഫോഴ്സിൻ്റെ ആരോ എന്ന് പറയുന്നതാണ്ടേ ഉള്ളിലേക്ക് ഇങ്ങനെയായിരിക്കും കംപ്രഷൻ ഫോഴ്സിൻ്റെ ആരോ ഇരിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇതിനകത്തേക്ക് സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0യും സിഗ്മ വി ഇസ് ഈക്വൽ ടു 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതാ അപ്പം നമ്മൾ ആദ്യത്തെ ബ്ലോക്കിനെ കൺസിഡർ ചെയ്യുന്നു. സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുന്നു. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് വരുന്ന ആരൊക്കെയാണ്? RNA റൈറ്റ് സൈഡിലേക്ക് പോകുന്നു. ഇനി ആരുണ്ട്? വേറെ ഏതെങ്കിലും ഹൊറിസോണ്ടൽ ഉണ്ടോ? ഇവിടെ ഒരെണ്ണമുണ്ട് അല്ലേ. ഇതൊരു ഇൻക്ലൈൻഡ് ഫോഴ്സ് ആണ്. സോ ഇത് 45 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? യെസ്, കോസ് 45. ഇതെന്തായിരിക്കും? യെസ്, സൈൻ 45.
ഓക്കെ ആണല്ലോ. ലെഫ്റ്റിലേക്ക് പോകുന്നത് കൊണ്ട് മൈനസ് എസ് കോസ് 45. അതിനകത്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? RNA ഈസ് ഈക്വൽ ടു എന്ന് എഴുതുമ്പം ഇത് റൈറ്റ് സൈഡിൽ ഇക്വേഷൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കോസ് 45 എന്ന് പറയുന്നത് 0.707 S എന്നായിരിക്കും. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഇതിനെ എന്ത് ചെയ്യുന്നു? വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യുന്നു. വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ആരൊക്കെ വരും? W താഴേക്ക് അല്ലേ? ഓക്കെ W എന്ന് പറയുന്നത് താഴേക്ക് വരും. സോ മൈനസ് W എന്ന് വരും. പിന്നെ ഇതെന്താണ്? മുകളിലേക്കാണ്. പ്ലസ് മ്യൂ RNA എന്ന് വരും. പിന്നെന്താണ്? ദാണ്ട് ഇത് മുകളിലേക്കാണ്. സോ അതെന്ത് വരും? പ്ലസ് എസ് സൈൻ 45 എന്ന് വരും. ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ ആണല്ലോ. സോ നോക്കിക്കോ, ഇതാ പ്ലസ് മ്യൂ RNA പ്ലസ് എസ് സൈൻ 45 മൈനസ് W ഇസ് ഈക്വൽ ടു 0. അപ്പം മ്യൂ എന്ന് പറയുന്ന അറിയില്ല. RNA എന്ന് പറയുന്നതാണ് ഇവിടെ 0.70 S ഉണ്ട്. അതിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്ലസ് പിന്നെന്ത് വരും? സൈൻ 45 എന്ന് പറയുന്നത് 0.070 S ഈസ് ഈക്വൽ ടു W. ഓക്കെ ആണല്ലോ. നോക്കിക്കേ, ഈ ഇക്വേഷനകത്തേക്ക് നോക്കിക്കേ. ഈ ഇക്വേഷനകത്ത് രണ്ടെണ്ണത്തിനകത്തും 0.707 S കോമൺ ആയിട്ടുണ്ട്. രണ്ടും പുറത്തെടുത്ത് 1 പ്ലസ് മ്യൂ ഇസ് ഈക്വൽ ടു W. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ബ്ലോക്ക് ബി ചെയ്യുമ്പോഴും ഇതേ ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകുന്ന ടേംസുകൾ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ ബ്ലോക്ക് ബി യെ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ബ്ലോക്ക് ബി യെ കൺസിഡർ ചെയ്യാം. ബ്ലോക്ക് ബിയുടെ വെയിറ്റ് കംപ്രഷൻ ആണ് ഇവിടെയും. ഇത് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 45 ഡിഗ്രി ക്വസ്റ്റിനെ തന്നേക്കുന്നത്. പിന്നെ നോർമൽ റിയാക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടാണ്. RNB എന്നോ RB എന്നോ എല്ലാം ഇത് ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് ആണ്. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങനെയായിരിക്കും. സോ മ്യൂ RNB ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണത്. ക്ലിയർ ആയോ? ഇത്രയും ഫോഴ്സ് അല്ലേ ഇവിടെ വരത്തുള്ളൂ. നോക്കിക്കോ, SW മ്യൂ RNB. ഇനി ഇതിനകത്ത് സിഗ്മ H ഇസ് ഈക്വൽ ടു 0. H ഹൊറിസോണ്ടലായിട്ട് വരുന്ന ആരൊക്കെയുണ്ട്? ഇതാ മ്യൂ RNB, അത് ഇങ്ങോട്ടേക്കാണ് മൈനസ്. പിന്നെ വരുന്ന ആരുണ്ട്? ഇതാണ്ട് എസ്സിനെ ഞാൻ ഇവിടെ വെച്ച് റിസോൾവ് ചെയ്യാം. നമുക്കുള്ള എസ് നോക്കിക്കോ, നമ്മൾ ഇവിടെ വെച്ചിട്ട് റിസോൾവ് ചെയ്തു. ഇപ്പൊ 45 ആകുമ്പം ഇതെന്താണ്? എസ് സൈൻ 45. ഇതെന്താണ്? എസ് കോസ് 45. ഓക്കെ ആണല്ലോ. അപ്പം നമ്മളോട് ഹൊറിസോണ്ടലി ആണ്. അപ്പം എസ് കോസ് 45 എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. എസ് കോസ് 45 പിന്നെന്താണ്? മൈനസ് മ്യൂ RNB ഇസ് ഈക്വൽ ടു 0. അത് രണ്ട് മാത്രമേ വരത്തുള്ളൂ. ഹൊറിസോണ്ടൽ റിസോൾവ് ചെയ്യുമ്പം. ഇനി വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യുമ്പം ആരൊക്കെ വരുന്നുണ്ട്? വെർട്ടിക്കലായിട്ട് W താഴേക്കുണ്ട്. ഇതിന്റെ വെർട്ടിക്കൽ ഉണ്ട്. അതെന്താണ്? ഇങ്ങോട്ടുള്ള വെർട്ടിക്കൽ അതെന്താണ്? എസ് സൈൻ 45 അല്ലേ? എസ് സൈൻ 45. പിന്നെന്താണ്? RNB എന്ന് പറയുന്നത് മുകളിലോട്ടാണ് RNB എന്നുള്ളത്. സോ അത് മുകളിലോട്ടായതുകൊണ്ട് പോസിറ്റീവ്. മൈനസ് W, ഈ സാധനം താഴേക്കാണ്. എസ് സൈൻ 45. RNB ഇസ് ഈക്വൽ ടു W പ്ലസ് ഇവിടെ സൈൻ 45ന് 0.70 S എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി എന്താണ് ചെയ്യുന്നത്? പഴയ ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. ഇവിടെ എസ് കോസ് 45, ഇവിടെ മ്യൂ, ഇവിടെ RNBക്ക് എന്ത് കൊടുക്കുന്നു? W പ്ലസ് 0.70 S സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ ഇവിടെ എന്താണ്? കോസ് 45 ഇസ് ഈക്വൽ ടു 0.70 S മൈനസ് ഇനി എന്താണ്? മ്യൂ RNBക്ക് കൊടുത്തു കഴിയുമ്പോൾ ഇതിനെ ഓരോന്നാക്കി എഴുതാനായിട്ട് പറ്റും. എങ്ങനെ എഴുതാനായിട്ട് പറ്റുന്നത്? എസ് കോസ് 45 മൈനസ് മ്യൂ W പ്ലസ് മ്യൂ ഇൻറ്റു 0.70 S is equal to 0. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതേ പ്ലസ് ഇത് റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി എഴുതുമ്പോൾ മൈനസ് മാറി മ്യൂ W എന്നാകും.
ക്ലിയർ ആയോ? നമുക്ക് പിന്നെ എന്ത് എഴുതാനായിട്ട് പറ്റും? രണ്ടിനകത്തും 0.70 കോമൺ ആയിട്ടുണ്ട്. സോ അപ്പം അതിനെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിയുമ്പം 0.707s 1 മൈനസ് മ്യൂ ഈസ് ഈക്വൽ ടു മ്യൂ ഡബ്ല്യു എന്ന് സെക്കൻഡ് ഇക്വേഷൻ വരും. ഫസ്റ്റ് ഇക്വേഷൻ ഇതായി, സെക്കൻഡ് ഇക്വേഷൻ ഇതായി. രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. 2 ഡിവൈഡഡ് ബൈ 1. 1 മൈനസ് മ്യൂ ആണ് ആദ്യം, ദെൻ ദേ ഡിവൈഡ് ബൈ ആദ്യത്തത്. അപ്പം ഡിവൈഡ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ടുള്ളതെല്ലാം ക്യാൻസൽ ആയി പോകും. ഇതും എസും ക്യാൻസൽ ആയി പോകും. പിന്നെ എന്ത് വരും? ഇവിടെയും ഡബ്ല്യു ഉണ്ട്. സോ നമുക്ക് വരുന്നത് എന്താണ്? 1 മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 പ്ലസ് മ്യൂ ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് വരും. ഇതിനെ എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം എങ്ങനെ വരും? 1 മൈനസ് മ്യൂ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു 1 പ്ലസ് മ്യൂ. ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും. അതിനെ സോൾവ് ചെയ്യുമ്പോൾ മ്യൂവിൻ്റെ ആൻസർ കിട്ടും. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ നമ്മളോട് ഈ ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പം ഫ്രിക്ഷൻ്റെ പ്രോബ്ലംസ് എല്ലാം തന്നെ പരസ്പരം ഇൻ്റർലേറ്റ് ആണ്. ഒന്നിനകത്തുനിന്ന് കൊണ്ടുവന്ന് മറ്റേനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, റീസബ്സ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ അതിന് ശേഷം നമുക്ക് ഒന്നുകിൽ സബ്ട്രാക്ട് ചെയ്യുകയോ മൈനസ് ചെയ്യുകയോ ഡിവൈഡ് ചെയ്തോ കിട്ടുന്നതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ് നോക്കാം.